അല്ലയോ സമൂഹമേ, എന്താ ഞങ്ങൾ ചെയ്ത കുറ്റം? ഇന്ത്യ മഹാരാജ്യമേ പറയൂ. അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ ലഭ്യമായ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പടപൊരുതിയതോ? നിങ്ങൾ പറയൂ, എന്താണ് ഞങ്ങൾ ചെയ്ത കുറ്റം? യേശുവിനെ പ്രസംഗിച്ചതോ? കലാലയങ്ങൾ ആരംഭിച്ചതോ? അക്ഷരവും അക്കവും വിലക്കപ്പെട്ട ജനസാമാന്യങ്ങൾക്ക് വേണ്ടി കലാലയങ്ങൾ ആരംഭിച്ചതോ? അവരെ കുളിപ്പിച്ച് ശുദ്ധരാക്കി മാറ്റിയതോ? അവരെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചതോ? അവരെ വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചതോ? ഏതാണ് ഇന്ത്യയിൽ മിഷണറിമാർ ചെയ്ത കുറ്റം? എന്താണ് ഞങ്ങൾ ചെയ്ത ദ്രോഹം? ഇന്ന് മതപരിവർത്തന ലോബി എന്ന് വിളിച്ച് ഞങ്ങളെയൊക്കെ പരിഹസിക്കുമ്പോൾ, ഞങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. രാജ്യം ഭരിക്കുന്ന പല പ്രമുഖരും എങ്ങനെയാണ് ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഇടപെടുന്നതെന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ഓർത്തിരിക്കണം. ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിക്കുകയല്ല. എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ തരമില്ല. ഈ രാജ്യത്തെ ഭരണഘടനയിൽ മതപരിവർത്തനം പാടില്ല എന്നൊരു ക്ലോസ് ഇല്ല, അങ്ങനെ ഒരു നിബന്ധനയില്ല. 2, ഈ രാജ്യത്തിലെ ഭരണഘടനയിൽ മതപരിവർത്തനം പാടില്ല എന്നൊരു ക്ലോസ് ഇല്ലെന്ന് മാത്രമല്ല, മതപ്രചരണം, തൻ്റെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമായിരിക്കുന്നില്ല, അത് നമ്മുടെ അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലപ്പോഴൊക്കെ ചില ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഈ രാജ്യത്ത് വന്ന ക്രിസ്ത്യാനിറ്റിയെ, ഇതര മതങ്ങളെ ഇവിടെ ഹൃദയവിശാലതയോടെ ആളുകൾ സ്വീകരിച്ചു, അത് ഈ രാജ്യത്തിൻ്റെ തനതായ മതത്തിൻ്റെ എന്തോ വിശാലതയാണെന്നാണ്. എൻ്റെ പൊന്നു സുഹൃത്തേ, ഇത് വാക്കുകളെ തെറ്റാണ്. ഈ വാക്കുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. അതിൻ്റെ കാരണം, ഈ രാജ്യത്തിനൊരു തനത് മതം ഇല്ലായിരുന്നു. ഇന്ത്യക്ക് ഏതെങ്കിലും മതം ഏതെങ്കിലും ഒരു കാലത്തുണ്ടായിരുന്നില്ല. ചരിത്രം കൃത്യമായി അതിൻ്റെ അടരുകളിലൂടെ പരിശോധിച്ചാൽ ഇന്ത്യയുടെ പൗരാണികത, അതിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് മതവിശ്വാസത്തിലല്ല. ഇന്ത്യയുടെ പൗരാണിക ചരിത്രം നമ്മൾ പരിധിച്ചെന്നാൽ അതിൻ്റെ വിശ്വാസ സംഹിത ഒരിക്കലും കിടക്കുന്നത് വിശ്വാസത്തിലല്ല, മറിച്ച് നിരീശ്വരവാദത്തിലാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആ പൗരാണികമായ അടരുകൾ, അതിൻ്റെ തത്വചിന്ത കിടക്കുന്നത് ഈശ്വര വിശ്വാസത്തിലല്ല, ഈശ്വര നിഷേധത്തിലാണ്. ഇന്ത്യയിലുണ്ടായ 3 ദർശനങ്ങളുണ്ട്. ആ 3 ദർശനങ്ങൾ പഠിക്കുക. തനി ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന 3 മതങ്ങൾ, തനി ഇന്ത്യൻ, ശുദ്ധിയുള്ള 3 ഇന്ത്യൻ മതങ്ങൾ ഏതൊക്കെയാ? ഞാൻ പറയും. ഒന്ന് ചാർവാകന്റെ മതം. ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ഈ ചാർവാക മതത്തെ പറ്റി കേട്ട് വലിയ പരിചയമുണ്ടാകുകയില്ല. ചാർവാകൻ ഒരു മഹർഷിയുടെ പേരാണ്. ചാർവാകനെ പറ്റി വളരെ മനോഹരമായ ചിന്തകളേറെയുണ്ട്. ചാർവാകൻ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി, അദ്ദേഹത്തിൻ്റെ നിലയിലെ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ട് അന്വേഷണത്തിനൊടുവിൽ ഉലകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു ഈശ്വരനില്ല എന്ന വസ്തുതയാണ്. അദ്ദേഹം പുത്രകാമേഷ്ടിക്കെതിരായിരുന്നോ, യാഗങ്ങൾക്കെതിരായിരുന്നോ, ദൈവത്തിനെതിരായിരുന്നോ, എല്ലാത്തരം ചൂഷണങ്ങൾക്കുമെതിരായിരുന്നോ ഒരു സാമൂഹിക വിപ്ലവകാരിയായി തന്റെ ദർശനങ്ങളെ മുമ്പോട്ട് വെച്ച ചാർവാകന്റെ ലോകായത മതമാണ് പൗരാണികമായത്. ഇന്ത്യയിലുണ്ടായ മറ്റൊരു ദർശനം ബുദ്ധമതമാണ്. ഇന്ത്യയിലുണ്ടായ മറ്റൊരു ദർശനം ജൈനമതമാണ്. ബുദ്ധമതവും ജൈനമതവും ചാർവാക മതവും അതിൻ്റെ മതഗ്രന്ഥങ്ങളെ എങ്ങനെ അപഗ്രഥിച്ചാലും ഈ 3 മതഗ്രന്ഥങ്ങളിലും ഒരു സൂപ്പർ നാച്ചുറൽ പവറിനെ പറ്റി പറയുന്നില്ല, ഒരു ദൈവത്തെ പറ്റി പറയുന്നില്ല. അത് ദൈവനിഷേധത്തിൻ്റെ മതങ്ങളാണ്. അജീവികന്മാരെന്നറിയപ്പെടുന്ന ചിന്തകന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. അവരും ദൈവത്തിലല്ല വിശ്വസിച്ചത്. ഭാരതത്തിലേക്ക് ദൈവവിശ്വാസവും ചിന്തയും പിൽക്കാലത്ത് കടന്നു വന്നതാണ്. വീണ്ടും ഞാൻ പറയട്ടെ, ഇന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ബൈബിൾ പ്രചരിപ്പിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിശാലത കൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യാനിത്വം വളർന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെ പറയാനും പാടില്ല. ഞാൻ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത്, ഞാൻ ബൈബിളിൻ്റെ പ്രചാരകനായിരിക്കുന്നത് ആരുടെയും ഹൃദയവിശാലതയുടെ സൗജന്യം കൊണ്ടല്ല. ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്ന അവകാശമാണ്. അവകാശത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ത്യൻ ഭരണഘടന തരുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങളിവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ, ഞങ്ങളിവിടെ പ്രസംഗിച്ചിട്ടുള്ളൂ. രാജ്യ നിയമത്തിനെതിരെ, രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിനെതിരെ, ഇവിടെ നിൽക്കുന്ന സോഷ്യൽ ഹാർമണിക്കെതിരെ ഒരു വാക്ക് പോലും ഞങ്ങൾ ഇതുവരെ പുലമ്പിയിട്ടില്ല, നാളെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിശേഷമൊക്കെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു ബ്രദറെ. ഇത്രയൊന്നും ആക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്ഷമിക്കണം. ഈ അച്ഛന്മാരും പാസ്റ്റർമാരും എല്ലാം ഈ കർത്തൃമേശയോ അല്ലെങ്കിൽ യൂക്കറിസ്റ്റ് അല്ലെങ്കിൽ ആ വിശുദ്ധ സംസർഗം, അതിന് പല പേരാണല്ലോ ക്രൈസ്തവ സഭ പറയുന്നത്. ഇത് നടത്തുന്ന സമയത്ത് ഈ കരയുന്ന പോലൊരു ശബ്ദം കേട്ടിട്ടുണ്ടോ? എനിക്കിന്നൊരെയും മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ അപ്പവും വീഞ്ഞും കയ്യിലെടുത്തിട്ട് ഈ കരയുന്നൊരു ടോൺ? ഭർത്താവിനെ അടിച്ചു പങ്കപ്പാടുകൾ, അതൊരു ടോണേൽ ആ സൗണ്ട് ഉണ്ടാക്കുന്നത്. അല്ല, ആത്മാർത്ഥമായിട്ട് കരയല്ല. പോലെ കീറി ഇങ്ങനൊരു ശബ്ദം, ഒരു വൈബ്രേഷനൊക്കെ ഇട്ട്, ഒരു എരപ്പുമൊക്കെ ഇട്ട് ഒരു ഉണ്ടല്ലോ ഒരു പരിപാടി. ഞാനതിൻ്റെ ശരിവശം പറയാം. ഇപ്പം എന്നോട് ചോദിക്കുക, നിങ്ങളെങ്ങനെയാണ് നടത്തുന്നത്? ഞാനും ഇങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങളല്ല ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് എനിക്ക് മാറ്റാൻ പറ്റുമോ? അല്ല, പറ. നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് ഞാനൊരുത്തം മാത്രം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ ഒക്കുമോ?
ഞാനും ആ സമയം വരുമ്പോൾ ഒരു ടോണിട്ട് കരയുന്ന പോലെ ഒരു ആക്ഷൻ പോലെ ആ മിമിക്രി ഞാനും അന്നേരം ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അല്ലേ നമ്മൾ ആ മതിലാങ്കുറി കിടക്കുക നമ്മളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ അടിക്കും. അതുകൊണ്ടാണ് ഉദ്ദേശിക്കുക കൃപയില്ലെന്ന് പറയും. കൃപ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ വൈബ്രേഷൻ ഇട്ട് സംസാരിക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. കാരണം ഈ ഭാഷയിൽ കരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെയൊക്കെ അക്ഷരങ്ങളെ വിഭജിക്കും. മനസ്സിലായോ? ക, ച, ട, ത, പ അത് കരമാണ്. ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ ഇത് അധികരമാണ്. ഇനി ങാ, ഞാണ, നമ മൂക്കില്ലാതെ പറയാൻ പറ്റില്ല, അത് അനുനാസികമാണ്. നമ്മുടെ ആളുകൾ ഈ കരം പറയേണ്ടടുത്ത് അധികരം പറയും, കർത്താവെന്ന് പറയില്ല, കർത്താവ്. അങ്ങനെ പറഞ്ഞാൽ മധുരതാംകൂറിൽ നിങ്ങൾക്കൊരു വിജയപ്രദമായ ശുശ്രൂഷ ചെയ്യാം. മനസ്സിലായില്ലോ? കർത്താവെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, കർത്താവ് എന്ന് പറഞ്ഞിട്ട് ആ ഇത്തയൊക്കെ പറയുന്നിടത്ത് ഒരു പഞ്ച്, ബ്രദറെ എന്ന് വിളിക്കുമ്പോൾ അതിനകത്തൊരു വൈബ്രേഷൻ. ഇതിനൊക്കെ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന പോട്ടെ. അപ്പോൾ ഞാനത് ഒത്തിരി പറയുന്നില്ല, പറഞ്ഞ് ഇത് ലൈവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് തിരിച്ചവിടെ ചെല്ലേണ്ടതാണ്. ബൈബിൾ ദൈവവചനമാണെന്ന് ബൈബിളിലുണ്ടെങ്കിൽ അത് ക്രൈസ്തവൻ്റെ മാത്രം വിശ്വാസമാണ്. എന്നാൽ അതിന് പുറത്ത് അത് ദൈവവചനമാണെന്ന അതിൻ്റെ അവകാശവാദത്തെ സ്ഥാപിക്കാൻ അത് മാത്രം പോരാ, അതിനപ്പുറത്തുള്ള ആശയം എന്താ? അതാ ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ രാത്രിയിൽ. ബൈബിളിൻ്റെ വിശ്വസനീയതയുടെ ആധാരം അതിൽ പറയുന്ന പ്രവചനമാണ്. മഹാനായ അലക്സാണ്ടർ, ഉലകത്തെ മുഴുവൻ കാൽക്കീഴാക്കി ഭരിച്ച മഹാരഥൻ, അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പ്രതിപാദിച്ചു. 300 കൊല്ലങ്ങൾക്കപ്പുറത്താണ്, അലക്സാണ്ടർക്ക് 300 കൊല്ലങ്ങൾക്കപ്പുറത്താണ് അലക്സാണ്ടറുടെ രംഗപ്രവേശത്തെക്കുറിച്ച് രൂപകാർത്ഥത്തിൽ ബൈബിൾ പറഞ്ഞു വച്ചത്. മഹാനായ അലക്സാണ്ടറുടെ ജീവിത മധ്യത്തിൽ യൗവനത്തിലുള്ള മരണത്തെപ്പറ്റി ബൈബിൾ പ്രവചിച്ചു. ആ മരണത്തെക്കുറിച്ച് മാത്രമല്ല, മരണശേഷം അദ്ദേഹത്തിൻ്റെ 4 സൈനികർ ചേർന്ന് രാജ്യം 4 തുണ്ടുഭൂമികളായി വിഭജിച്ചെടുത്ത് ഭരിക്കുമെന്ന വിഷയം വളരെ കൃത്യമായ വിധത്തിൽ ബൈബിൾ രേഖപ്പെടുത്തി. ബൈബിളിനെ വിമർശിക്കാൻ ഒരുമ്പെടുന്ന ലിബറലുകൾ, ബൈബിളിനെ വിമർശിക്കാൻ ഒരുമ്പെടുന്ന ഇതര സമൂഹത്തിൽപ്പെട്ട ആളുകൾ ബൈബിൾ എങ്ങനെ ചരിത്രത്തോട് നീതി പുലർത്തിയെന്നും 300 വർഷം മുമ്പ് പറഞ്ഞ ഈ വസ്തുതകൾ മഹാനായ അലക്സാണ്ടർ ജീവിതത്തിലൂടെ എങ്ങനെ യാഥാർത്ഥ്യമായി എന്നും ഒക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. സത്യത്തിൽ ബൈബിളിനെ വിമർശിക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾക്ക് പ്രതിവാദം പറയാനാണ് തയ്യാറെടുക്കേണ്ടത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നു, ഒന്നത് പുലർത്തിയ പ്രാവചനികമായ കൃത്യത. രണ്ടാമത്തെ വിഷയം ചരിത്രത്തിൻ്റെ ഇന്ന് കേൾക്കുന്ന അറിവുകൾക്കൊപ്പം അത് സഞ്ചരിക്കാൻ കാട്ടിയ വ്യഗ്രത. മൂന്നാമതൊരു കാരണം വിശുദ്ധ ബൈബിൾ ഉയർത്തുന്ന ധാർമ്മികതയാണ്. എക്കാലഘട്ടത്തിലുമുള്ള മനുഷ്യരാശിക്ക് ഇണങ്ങുന്ന ഒരു ധാർമ്മിക ബോധം അത് മുമ്പോട്ട് വച്ചു. ഇനി അനവധി കാരണങ്ങളുണ്ട്. ആർക്കിയോളജി എന്ന് പറയുന്നൊരു വിജ്ഞാനശാഖയുണ്ട്, പുരാവസ്തുശാസ്ത്രം. പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളും മേഖലകളും അവിടെ പോയി പണിയെടുത്ത് പഠിച്ച് അവിടുത്തെ ചരിത്ര വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്ന പഠനശാഖയാണിത്. നമ്മുടെ നാട്ടിലെ കൊടുങ്ങല്ലൂരിലും കൊച്ചിയുടെ പല പ്രദേശങ്ങളിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തിൻ്റെ പലയിടങ്ങളിലും മുസിരീസ് എന്നൊക്കെ വിളിക്കുന്ന പ്രാചീന പട്ടണത്തിലും ഒക്കെ തന്നെ ഇത്തരം ഗവേഷണ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പണ്ടിവിടെ വസിച്ചിരുന്ന മനുഷ്യരുടെ ജീവിത സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നാഗരികതയെക്കുറിച്ചുള്ള പഠനം നടക്കുന്ന ഇടത്ത് ബൈബിൾ പറയുന്ന പല പട്ടണങ്ങളും ഉഴുതുമറിച്ചു പഠിച്ചിട്ടുണ്ട്. ബൈബിളിൽ പറയുന്ന ഊർപട്ടണത്തെപ്പറ്റി, സൊദോംഗൊമോറയെപ്പറ്റി, യെരീഹോ പട്ടണത്തെപ്പറ്റി, കവർനഹൂമിനെപ്പറ്റി, ബേദലഹേമിനെപ്പറ്റി, ജെറുസലേമിനെപ്പറ്റി ബൈബിളിൽ പറയുന്ന സംഭവങ്ങൾ പിൽക്കാലഘട്ടത്തിലെ പുരാവസ്തുശാസ്ത്രം ഇത് ശരിയാണ് എന്ന് തെളിയിച്ചു. ഒരു കാര്യം കൂടി അറിയണ്ടേ, 100 കണക്കിന് ബൈബിളിൽ പ്രതിപാദിക്കുന്ന പട്ടണങ്ങളുണ്ട്. ആ പട്ടണങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നു. അതിൽ പറഞ്ഞ സംഭവങ്ങൾ കൃത്യതയോടെയായിരുന്നു എന്ന് ആധുനിക ആർക്കിയോളജിയുടെ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ തെളിവുകൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇനിയും മറ്റൊരു വിസ്മയാകരമായ വസ്തുതയുണ്ട്. ബൈബിളിൽ പറയുന്ന ചില പട്ടണങ്ങൾക്ക് നേരെ വില ചൂണ്ടിക്കൊണ്ട് നടത്തിയ പ്രവചനങ്ങളുണ്ട്. മഹാബാബിലോണിൻ്റെ പതനത്തെപ്പറ്റി പ്രവാചകൻ പ്രവചിച്ചു, അത് തകരുമെന്ന് പ്രവചിച്ചു. ആ തകർന്ന പട്ടണം ഇനിയും പുനർനിർമ്മിക്കാനാവാതെ ചരിത്രത്തിൻ്റെ ശേഷിപ്പായി കിടക്കുന്ന കാഴ്ച ഇന്നും ടൂറിസ്റ്റുകളെ അമ്പരപ്പിക്കുന്നതാണ്. വിശുദ്ധ ബൈബിളും പുരാവസ്തുശാസ്ത്രവും പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നു, ബൈബിൾ കാലത്തോട് സമ്പാദിച്ച രീതി ശാസ്ത്രീയമായിരുന്നു. ഇങ്ങനെ ഏതൊരു ആധ്യാത്മിക ഗ്രന്ഥത്തിന് എണ്ണമിട്ട് അക്കമിട്ട് വസ്തുത ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എൻ്റെ 2 ദിവസത്തിലെ
ഈ പ്രഭാഷണങ്ങളിൽ ഞാൻ അന്യമത വിമർശനത്തിന് തുനിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യത്തെ സ്ഥാപിക്കാൻ മറ്റൊരാളുടെ വിശ്വാസം തെറ്റാണെന്നോ അതിനെ ഇകഴ്ത്തിക്കാണിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. മെഴുകുതിരിയുടെ വെളിച്ചത്തിന് പരിമിതിയുണ്ടെന്ന് കാണിക്കാൻ അതേക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നല്ലത് മെഴുകുതിരി കത്തിച്ച രാത്രിക്കപ്പുറത്തേക്ക് പിറ്റേന്ന് ഉദിച്ചു വരുന്ന സൂര്യനെ കാട്ടിക്കൊടുത്താൽ മെഴുകുതിരി ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ സാധിക്കുന്നത് പോലെ കാലത്തിൻ്റെ നിർണായകതയിൽ ഉദയം ചെയ്ത മഹാസൂര്യനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ തേജോ വെളിച്ചത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് മെഴുകുതിരിയുടെ അപ്രസക്തിയെക്കുറിച്ച് കൂടെ സംസാരിക്കണമെന്നില്ല. മെഴുകുതിരികൾ അപ്രസക്തമാകുന്നത് ആ സത്യവെളിച്ചത്തിൻ്റെ മുമ്പിലാണ്. പരമപ്രധാനമായ ആ വെളിച്ചത്തെ കാലോചിതമായി ഉയർത്തുന്ന അത്യുജ്വലമായ ശുശ്രൂഷയുടെ പേരാണ് സുവിശേഷ പ്രഭാഷണം. അതുകൊണ്ട് ഇന്നു രാത്രിയും നീതിസൂര്യനായ യേശു ക്രിസ്തുവിനെ ജനഹൃദയങ്ങളിൽ സ്ഥാപിച്ച് കർത്താവിൻ്റെ രക്ഷിതാവുമായി ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ സുവിശേഷത്തിൻ്റെ സാരാംശം ആവർത്തിച്ചുറപ്പിക്കുന്നു. മറ്റൊരു വലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ മഹാനാമത്തിനൊരിക്കൽ കൂടി സ്തോത്രം ചെയ്തുകൊണ്ട് ഈ രാത്രിയിലെ വചന ശുശ്രൂഷയിലേക്ക് ആവേശപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1:18. Somebody read. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. മതി. വളരെ വിശ്വാസ സമൂഹത്തിന് പരിചിതമായ വചനം. വിശ്വാസ സമൂഹത്തിൻ്റെ പുറത്ത് ആളുകൾ അങ്ങനെ കേട്ടിരിക്കാൻ ഇടയില്ലാത്ത മനോഹര വചനം. ഈ വചനത്തിലൂടെ പോകാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു വസ്തുതയുണ്ട്. സംഘാടകർ എൻ്റെ അരികിൽ ചില നാളുകൾക്കപ്പുറത്തേ പറഞ്ഞിരുന്നു, ഈ യോഗത്തിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിള് കേരളത്തിൻ്റെ ഇന്ത്യയുടെ സാംസ്കാരിക സമൂഹത്തിന് നൽകിയ അഭിവൃദ്ധിയെക്കുറിച്ച് അതിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കേണ്ടതുണ്ട്, അല്പവാക്കുകൾ സംസാരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ ആ വഴിയിലേക്ക് വരുന്നു. ബഹുമാന്യരെ പറയട്ടെ, 1993 അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ, SD ശർമ്മ, അദ്ദേഹം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. അനവധി തപാൽ സ്റ്റാമ്പുകൾ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട തപാൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു സുവിശേഷകൻ്റെ ചിത്രം വച്ചുള്ള തപാൽ സ്റ്റാമ്പ് നമുക്ക് അന്യമായിരുന്നു. ഒരു സുവിശേഷകൻ, വേണ്ടത്ര വിദ്യാസമ്പന്നനല്ലാത്ത സാധാരണക്കാരനായ എന്നെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ, അല്ലെങ്കിലും ബൈബിളിൻ്റെ എഴുത്തുകാരും പ്രഭാഷകരും അവർ അസാധാരണ വ്യക്തിത്വങ്ങളാണെന്ന് പറയാറില്ല. അങ്ങനെ അല്ല താനും. സാധാരണ മനുഷ്യൻ, ഓർഡിനറി പീപ്പിൾസ്, ബട്ട് ദേ ആർ പെർഫോമിങ് എക്സ്ട്രാ ഓർഡിനറി വർക്ക്. സാധാരണ മനുഷ്യൻ്റെ അസാധാരണ പ്രവൃത്തിയാണ് സുവിശേഷം. അതുകൊണ്ട് അസാധാരണ പ്രവൃത്തിക്ക് ദൈവം ഉപയോഗിച്ച ഒരു സാധുവായ മനുഷ്യൻ്റെ, സമ്പന്നനല്ലാത്തൊരു മനുഷ്യൻ്റെ, കാര്യമായ വിദ്യാഭ്യാസമില്ലാത്തൊരു മനുഷ്യൻ്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിക്കൊണ്ട് ഇന്ത്യ ഒരു മനുഷ്യനെ ആദരിക്കുകയുണ്ടായി. ഞാൻ ആ സ്റ്റാമ്പ് അത്യാവേശപൂർവ്വം വാങ്ങി കയ്യിൽ വച്ചിരുന്നു. വാടക വീടുകൾ മാറി മാറിയുള്ള താമസത്തിനിടയ്ക്ക് എങ്ങനെയോ അപ്രത്യക്ഷമായതല്ല, ഏതോ പുസ്തകത്തിനകത്ത് കണ്ടേക്കാം. അന്ന് മുതൽ അതിൻ്റെ പിന്നാലെയുള്ള അന്വേഷണമാണ്. ആ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ തപാൽ സ്റ്റാമ്പ് അത് മറ്റാരുടെയും ആയിരുന്നില്ല. 1793 ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വന്ന് ഇവിടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഒരു വിദേശിയായ സുവിശേഷകനായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്കെത്തി ഇവിടെ സുവിശേഷം അറിയിക്കുവാൻ താല്പര്യപ്പെട്ടു വന്നതാണ്. ഈ സുവിശേഷം അറിയിക്കാൻ താല്പര്യപ്പെട്ടു വന്ന മനുഷ്യനോട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പെരുമാറിയ രീതി ഈ രാജ്യത്തിലെ ആളുകൾ കേൾക്കണം. അദ്ദേഹത്തിന് വിസ നിഷേധിച്ചു. എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്? ഉദ്ദേശം പറഞ്ഞു, ഞങ്ങൾക്ക് സുവിശേഷം അറിയിക്കണം. വളരെ ചിന്താർഹമായ കാര്യം, അന്ന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിലല്ല, മറിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിലാണ്. രണ്ടിനുണ്ടായി കാരണം, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്നതും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്നതും രണ്ട് വിധത്തിലാണ്. ഇംഗ്ലണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി ഇന്ത്യയിൽ അതിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാരെല്ലാം ആ കമ്പനിയുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ വസിക്കുന്ന മനുഷ്യരാണ്. സാന്ദർഭികമായി അതുകൂടി ഓർക്കട്ടെ. ചില ആളുകൾ പറയാറുണ്ട്, ഈ ഇന്ത്യയെ കൊള്ള ചെയ്ത ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച്, ബ്രിട്ടീഷുകാരുടെ രീതികളെക്കുറിച്ച്, ഈ ബ്രിട്ടീഷുകാർ നടത്തിയ കൊള്ളയെക്കുറിച്ച് അടുത്ത കാലത്ത് ഡോക്ടർ ശശി തരൂർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്.
അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് അവിടുത്തെ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ആധികാരികമായി സംസാരിച്ചിട്ടുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൽ അത് കേൾക്കാൻ ധാരാളമുണ്ട്. കാരണം ഈ ശശി തരൂരിൻ്റെ ആ പ്രസംഗത്തെ ഞാൻ ഉപമിക്കുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തോടോ ബഹുമാനനായ വിവേകാനന്ദൻ്റെ 1885 88 അതിശ്രേഷ്ഠമായ ലോകമത സമ്മേളനത്തിലെ പ്രസംഗത്തോടോ ഒക്കെയാണ്. അത്തരം നിലവാരമുള്ളൊരു പ്രസംഗമാണ്. അദ്ദേഹം തന്നെ അടുത്ത കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ നടത്തിയ കൊള്ളയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിലമ്പൂർ പഴയ കാലത്ത് റെയിൽവേ ഉള്ള സ്ഥലമായിരുന്നു. ഈ റെയിൽവേ ഇതുവഴി ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാരന് തോന്നിയ താല്പര്യത്തിൻ്റെ പിന്നിലെ മാനദണ്ഡം എന്താണെന്നറിയണ്ടേ? ഇവിടെ റെയിൽവേ വരണമെന്നുള്ള ആഗ്രഹമൊന്നും ആയിരുന്നില്ല. വിലപിടിപ്പുള്ള നിലമ്പൂരിലെ തടികൾ ഇവിടെ നിന്നും കൊള്ള ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി നമ്മുടെ വിലപിടിപ്പുള്ള ഭൂവിഭവ വസ്തുക്കളെയൊക്കെ സ്വന്തമാക്കി മാറ്റാനുള്ള വ്യഗ്രതയിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ സ്നേഹിച്ചെന്നോ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്തു എന്നോ ഉള്ള പരാമർശങ്ങളോട് യോജിപ്പില്ല. അത് പൊതുവായൊരു സത്യമാണ്. നിർഭാഗ്യവശാൽ ബ്രിട്ടീഷുകാർ ചെയ്തെടുത്ത ഇത്തരം ക്രൂരകൃത്യങ്ങളെ, ഇത്തരം കുറ്റകൃത്യങ്ങളെ മൊത്തം ഒരു അക്കൗണ്ട് എടുത്തിട്ട് അത് ക്രൈസ്തവർ ചെയ്തു വെച്ച ഏതോ കുറ്റമായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ഇന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നോ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നോ സുവിശേഷ പ്രവർത്തകർക്കോ സുവിശേഷം അറിയിക്കാൻ വന്നവർക്കോ യാതൊരു പരിഗണനയും ഉണ്ടായില്ല. വില്യം കേറിക്ക് വിസ തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ 3 മാസം കപ്പലിൽ നിറക്കാതെ താൻ വന്ന കപ്പലിലൂടെ സഞ്ചരിച്ചു. ഒടുക്കം വില്യം കേറി തനിക്കുണ്ടായിരുന്ന ബന്ധങ്ങൾ സകലതും ഉപയോഗിച്ചുകൊണ്ട് സകലവിധ സമ്മർദ്ദങ്ങളും ചെലുത്തിക്കൊണ്ട് ബ്രിട്ടീഷിലെ പ്രധാനപ്പെട്ട രാജ്യം ഭരിക്കുന്ന പല ആളുകളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഭയുടെ താല്പര്യം പരിഗണിച്ച് അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് സഭാവിശ്വാസിയായിരുന്നു. ആ സമ്മർദ്ദമൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഒടുക്കം ഒരു വിധത്തിൽ കഷ്ടിച്ച് ഇന്ത്യൻ തീരത്തിറങ്ങി. ഇന്ത്യൻ തീരത്തേക്ക് ഇറങ്ങുന്ന ആ 3 മാസ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ രസാവഹമായ സംഭവമുണ്ടായി. ബംഗാളി ഭാഷ അദ്ദേഹം തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന ചെറിയ പുസ്തകങ്ങളുമൊക്കെ വെച്ച് ബംഗാളി ഭാഷ ഒരു വിധത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് പഠിച്ചു. ജീവിതത്തോടുള്ള അമിതമായ അഭിനിവേശം, സുവിശേഷം അറിയിക്കാനുള്ള വ്യഗ്രത കൊണ്ട് ഈ ഭാഷ ഒരു വിധത്തിലൊക്കെ സ്വായത്തമാക്കി കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ചു. നമ്മുടെ രാജ്യത്തിൽ വന്നിറങ്ങി. ഈ രാജ്യത്തിൽ വന്നിറങ്ങിയിട്ട് അദ്ദേഹം അന്നത്തെ കൽക്കട്ട കോളേജിൽ ചെന്നിട്ട് തനിക്ക് അവിടുത്തെ ചാപ്ലൈനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരിവിടെ ഉണ്ടാക്കിയ കോളേജുകളിലൊക്കെ ഒരു ചാപ്പലുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. ആ ചാപ്പലിലേക്ക് അദ്ദേഹം പാദമൂന്നിക്കൊണ്ട് താൻ ഇവിടെ നിന്ന് അപ്പോൾ ചാപ്ലൈൻ ബെല്ലടിക്കുന്ന ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഉടനെ പറഞ്ഞു, ഞാൻ വില്യം കേറി. ഞാനിവിടെ വന്നത് ബംഗാളി ഭാഷയിൽ ബൈബിൾ വിവർത്തനം ചെയ്യാനാണ്. ഞാനിവിടെ വന്നത് ബംഗാളികളെ യേശുവിനെ കുറിച്ച് പറയാനാണ്. അടുത്ത പ്രതികരണം കേൾക്കണ്ടേ? പ്രാർത്ഥിക്കുന്ന ബൈബിൾ വായിക്കുന്ന പാശ്ചാത്യരായ ആളുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഈ കോളേജിൽ, ഫോർട്ട് വില്യംസ് കോളേജിൽ ഒരു ചാപ്പൽ നടത്തുന്ന ചാപ്ലയൻ ഈ കഥ കടച്ചിട്ട് പറഞ്ഞു, സോറി, നിങ്ങളെ സ്വീകരിക്കാൻ നിർവാഹമില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. കാരണം ഇവിടെ സുവിശേഷം അറിയിക്കുന്നതോ ബൈബിൾ വിതരണം ചെയ്യുന്നതോ പരിഭാഷപ്പെടുത്തുന്നതോ ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. നിങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കരുത്. ചില ആളുകൾ പറയാറുണ്ട് ബൈബിളും ബയണറ്റും ബ്രാൻഡിയും 3B, ഈ 3B ഇന്ത്യയെ നശിപ്പിച്ചു. വളരെ തെറ്റായ പഠിപ്പിക്കലാണ്. ബ്രിട്ടീഷുകാർക്കൊരിക്കലും ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കണമെന്നോ ക്രിസ്ത്യാനിത്വത്തിന് അന്തസ്സും ആഭിജാത്യവുമുള്ള അതിൻ്റെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കണമെന്നോ ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. കാരണം ക്രിസ്ത്യാനിത്വം അവിടെ വേരുറയ്ക്കുന്നുവോ അവിടെ വിദ്യാഭ്യാസം വേരുറയ്ക്കും. ആദ്യം സ്ഥാപിക്കുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം അവരെ അറിവിൻ്റെ പുത്തൻ മണ്ഡലത്തിലൂടെ നയിക്കും. അറിവും അക്ഷരവും പഠിക്കുക വഴി ചൂഷണത്തിനെതിരെ പ്രതികരിക്കാൻ ഓരോ ക്രൈസ്തവനും തയ്യാറെടുക്കും. അത് സംഘടിതമായ രൂപത്തിലെ സമരമല്ല, മറിച്ച് വകതിരിവിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകും. ആ പ്രതികരണ ബോധത്തോട് താല്പര്യമില്ലാത്ത, എന്നും ചൂഷണം ചെയ്യാൻ താല്പര്യമില്ലാത്ത ഉള്ള ആ ബ്രിട്ടീഷ് ഭരണകൂടം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനോ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനോ തയ്യാറായിട്ടില്ല. ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ച കാര്യം കലാലയങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. അവർ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്, ഇവിടെ സ്ഥാപനങ്ങൾ നടത്തിയത് എന്തിനാണെന്നറിയണ്ടേ? ഈ രാജ്യത്ത് അവർക്ക് ശിവായി പണി ചെയ്യാൻ ഇംഗ്ലീഷ് അറിയാവുന്നവരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തൽക്കാലം കുറെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചു. പക്ഷെ വില്യം കേറിയുടെ ലക്ഷ്യം അതായിരുന്നില്ല. അടിസ്ഥാന വിദ്യാഭ്യാസം ജനസാമാന്യങ്ങൾക്ക് നൽകിക്കൊണ്ട് വലിയ മാറ്റം ആ സമൂഹത്തിന് വരുത്തിക്കൊണ്ട് ആ സമൂഹത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള പരിവർത്തനത്തിന് ആ സമൂഹത്തെ വിധേയമാക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അവഗണിച്ചു. ഫോർട്ട് വില്യംസ് കോളേജിൻ്റെ ചാപ്ലൈൻ അവഗണിച്ചു. സാമൂഹിക സാഹചര്യങ്ങളൊക്കെ എതിര് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇന്ത്യയിലെ ജീവിത സാഹചര്യങ്ങൾ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചു. ആ പ്രതിസന്ധി എന്തൊക്കെയാണെന്ന് കേൾക്കണമോ? തൻ്റെ മക്കൾക്ക് അതിസാരവും മലേറിയയും പോലുള്ള രോഗം വന്നു. അതിസാരവും മലേറിയൊക്കെ ബാധിച്ച 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അതിദാരുണമായി അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ പിടഞ്ഞു വീണ് മരിച്ചു. ജീവിത സുഖ സൗകര്യങ്ങളുള്ള ബ്രിട്ടീഷ്
മഹാരാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത മിഷണറി വര്യന്റെ 2 മക്കൾ മരിച്ചു. 2 മക്കളുടെയും ആ കുഴിയെടുത്ത് ശവം സംസ്കരിച്ച് ആളും ആർഭാടവും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ ആ മിഷണറി വര്യൻ ഈ 2 കുട്ടികളുടെ ഈ ശവം സ്വന്തം കൈകൾ കൊണ്ട് മണ്ണ് മാറ്റി കുഴിയെടുത്ത് പ്രാർത്ഥനാ പുരസരം അവിടെ സംസ്കരിച്ചിട്ട് തന്നെ ഏൽപ്പിച്ച ബൈബിൾ വിവർത്തനം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യന്റെ ആ ജീവിത ത്യാഗം കണ്ടിട്ട്, മക്കളുടെ മരണവും കണ്ടിട്ട് ഭാര്യ മനോരോഗിയായി മാറി. മനോരോഗത്തിന്റെ തീവ്രതയിൽ അദ്ദേഹം വിമർശിക്കപ്പെട്ടു സ്വന്തം സമൂഹത്തിൽ. നീ സുവിശേഷത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, ഭാര്യ ഇതാ മനോരോഗിയായിട്ട് അലയുന്നു, ഇതാ നിന്റെ മക്കൾ 2 പേരും മരിച്ചു വീഴുന്നു, അടുത്ത മകൻ മരണം കാത്തു കിടക്കുന്നു. പക്ഷേ ബൈബിൾ പറയുന്ന പോലെ ഇവയൊന്നും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിൻവലിക്കാൻ പര്യാപ്തമായില്ല. നെഞ്ചുറപ്പോടെ, ഉള്ളുറപ്പോടെ, കരുത്തോടെ ഭക്തൻ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ചരിത്രം കുറിച്ചെങ്കിൽ 200 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യ ആദരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഈ ഐക്യ കൺവെൻഷന്റെ ലക്ഷ്യം ഇന്നൊരു ദിവസം കൊണ്ട് എന്തെങ്കിലും വെട്ടിപ്പിടിക്കുകയല്ല. കാലമേറെ കഴിയുമ്പോൾ ഇതിന്റെ പ്രതിഫലം കൊയ്യാൻ പാകത്തിന് ഞങ്ങളുടെ പുതിയ തലമുറ ഈ തെരുവീതിയിൽ കൂടി കടന്നു വരും. ഇന്ന് കാണുന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് മാറി ഈ നാടിന്റെ പ്രതിച്ഛായ മാറ്റിവരയ്ക്കാൻ, സുവിശേഷത്തിന്റെ ജയക്കൊടി പാറിക്കാൻ കഴിയുന്നൊരു പുതിയ തലമുറയുടെ ആരവാരം ഞാൻ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. പാറിക്കളിക്കുന്ന സത്യസുവിശേഷത്തിന്റെ വൈജയന്തികൾ ഈ നാടിനെ ആവേശഭരിതമാക്കുന്ന ആ നല്ല കാലത്തിൽ സ്വപ്നം കണ്ടുകൊണ്ട് സുവിശേഷത്തിന്റെ സാരാംശം ആവർത്തിച്ചുറപ്പിച്ച് ശത്രുവിന്റെ കോട്ടയിൽ നിന്ന് ഉറക്ക വിളംബരം ചെയ്യാം. മറ്റൊരു വലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അത്യുത്തര നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വില്യം ഗേരി എന്ന മഹാരഥൻ തന്റെ കർമ്മപഥത്തിൽ മുന്നേറി ബംഗാളി ഭാഷയിൽ പാട്ടുകൾ രചിച്ചു, ബംഗാളി ഭാഷയിൽ ബൈബിൾ വിവർത്തനം ചെയ്തു. പലരും വഴിതടയാൻ ശ്രമിച്ചപ്പോൾ, സാമ്പത്തികമായി ഞെരുക്കം ഭവിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. ഈ സ്കൂൾ സ്ഥാപിച്ച സ്ഥലത്തിൻ്റെ പേര് കേൾക്കണോ? ശ്രീരാമപുരം. പലർക്കും അതറിയില്ല. ഈ ശ്രീരാമപുരം എന്താന്ന് പഠിച്ചവർക്ക് പോലും അറിയില്ല. അവിടെ പോയിട്ട് മണക്കാലായി പഠിച്ചവരുണ്ടല്ലോ. ശ്രീരാമപുരം എന്ന് വെച്ചറിയില്ല, സെറാംപൂർ എന്ന് പറഞ്ഞറിയും. ശ്രീരാമപുരത്തിന് അന്ന് സായിപ്പ് കൊടുത്ത ഒരു പരിഭാഷയായിരുന്നു സെറാംപൂർ. മനസ്സിലായില്ലേ? അപ്പോൾ സെറാംപൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീരാമപുരത്ത് നമ്മളൊരു യൂണിവേഴ്സിറ്റി, ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ഇന്നും ആ സ്ഥാപനം തലയുറപ്പോടെ ചങ്കുറപ്പോടെ ഇവിടെ നിൽപ്പുണ്ട്. അവിടെ സുവിശേഷം പഠിപ്പിച്ചു, ബൈബിൾ പഠിപ്പിച്ചു, സെക്കുലർ ഡിഗ്രി, മതേതര ഡിഗ്രികൾ കൊടുത്തു. ഈ സ്ഥാപനം ഒരു ചെറിയ സ്കൂളായിട്ട് ആരംഭിക്കുന്നത്. ഈ സ്കൂൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്നറിയണ്ടേ? ഇന്ത്യക്കാരൻ അതുവരെ ജ്ഞാനം അഥവാ അറിവ് സമ്പാദിക്കുക എന്നതുകൊണ്ട് മനസ്സിലാക്കിയത് സംസ്കൃതം പഠിക്കാനുള്ള ഒരാളുടെ കഴിവാണ് വാസ്തവത്തിൽ അറിവ് എന്നാണ് പറഞ്ഞു വെച്ചത്. സംസ്കൃതം പഠിക്കാനുള്ള ഒരാളുടെ കഴിവ്. തീർച്ചയായിട്ടും സംസ്കൃതം പഠിക്കുക എന്നത് അറിവ് തന്നെയാണ്. പക്ഷേ ആ അറിവ് പ്രൊഫഷണലായ ഒരു ജീവിത ശൈലിക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായകരമാകുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം. ഉദാഹരണം, കമ്പ്യൂട്ടർ വിജ്ഞാനം, വിവരസാങ്കേതിക വിദ്യയുടെ പുത്തൻ അറിവുകളിൽ സംസ്കൃതമൊന്നും പ്രബലമായൊരു കാര്യമല്ല. അവിടെ ആംഗലേയം അഥവാ ഇംഗ്ലീഷ് തന്നെയാണ് പ്രബലം. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന ആളുകളെ ഇന്ത്യക്കാരൻ എന്തേതോ കുറഞ്ഞ ഒരാളായി കണ്ടു. കടൽ കടന്നു വന്ന സായിപ്പ്, കടൽ കടന്നു വന്ന ഭാഷ, അതിനെന്തോ കുഴപ്പമുണ്ടെന്നും കടൽ കടന്ന് യാത്ര ചെയ്തതെന്തോ പ്രശ്നമാണെന്നുമൊക്കെ ഇന്ത്യക്കാരൻ ധരിച്ചു. മാത്രമല്ല സംസ്കൃതം പഠിക്കാനുള്ള ഒരാളുടെ എബിലിറ്റിയാണ് വലുതെന്നും അതുകൊണ്ട് സംസ്കൃതം പഠിച്ചോളുക ഇതന്നെയാണ് പറഞ്ഞേ. എന്നാൽ ഇന്ന് സംസ്കൃതത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയണ്ടേ? ഇന്നല്ലൊരു 10-25 വർഷം മുമ്പ് വരെ നമ്മൾ സംസ്കൃതം കേട്ടിരുന്നു. ഇപ്പോൾ കേൾക്കാൻ പോലും സൗകര്യമില്ല. ആകപ്പാട് കേൾക്കുന്നത് സമ്പ്രതി വാർത്ത സുയന്തം. അപ്പോഴേ അതിൻ്റെ ജീവൻ നമ്മളങ്ങ് കളയും, ചെവിക്ക് പിടിച്ച് തിരിച്ച് ഇനി മിണ്ടണ്ട, അത്രേ ഉള്ളൂ. മൃതഭാഷയായി തീർന്നു. മനസ്സിലായില്ലേ? ആ ഭാഷ മോശമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. മനോഹര ഭാഷ, മനോഹര ഭാഷ എന്നുള്ളത് കവിഞ്ഞ് അതിനകത്ത് ഉദാഹരണം ഒന്നും പറയാനില്ല. അതിമനോഹര ഭാഷ. പക്ഷേ ആ ഭാഷയിൽ അന്ന് ആശയവിനിമയമൊക്കെ നടത്താൻ അപൂർവം ചിലർക്ക് കഴിയുമായിരുന്നുള്ളൂ. എന്നാലേ സംഭവിച്ച കേൾക്കണ്ടേ? വില്യം ഗേരി എന്ന മനുഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചപ്പോൾ വല്ലാത്ത എതിർപ്പ്. ഒടുക്കം അന്നത്തെ ഭരണകൂടം ഈ സ്കൂളുകളുടെ അസോസിയേഷൻ്റെ ഒരു പൊതുയോഗം നടത്തിയപ്പോൾ വില്യം ഗേരിയെ വിളിച്ചു. വില്യം ഗേരിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി എന്താണെന്ന് കേൾക്കണ്ടേ? ചെരുപ്പ് തുന്നുന്ന ആളായിരുന്നു അദ്ദേഹം. ചെരുപ്പ് കുത്തി. പണ്ട് നമ്മുടെ സമൂഹത്തിലും ചെരുപ്പ് കുത്തി എന്ന് തന്നെ വിളിക്കുന്ന വിധത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതറിയില്ല. ചെരുപ്പ് തുന്നുന്ന ജോലിയാണ് ചെരുപ്പ് കുത്തി. അപ്പോൾ ചെരുപ്പ് കുത്തിയായ വില്യം ഗേരിക്ക് അവരുടെ നാട്ടിലൊരു സംസ്കാരമുണ്ട്. ഈ പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോലി ഉണ്ട് എന്ന് പറയുന്നത് അഭിമാനമാണ്. അതുകൊണ്ട് ജോലി അവർ പേരിനോടൊപ്പം ഉപയോഗിച്ചിരുന്നു. പൈലറ്റ് എന്ന് പേരുണ്ട്. SR ഡ്രൈവർ എന്നാണ് പ്രമുഖനായ ഒരു തിയോളജിൻ്റെ പേര്. SR ഡ്രൈവർ.
ഇനി ഇന്ത്യയിലേക്ക് സുവിശേഷം അറിയിക്കാൻ വന്ന ചർച്ചകോടിൻ്റെ മിഷണറിയുടെ പേര് ഓർമ്മയുണ്ടല്ലോ, റോബർട്ട് എഫ് കുക്ക് എന്നാണ്. കുക്ക് നോക്കണേ. അപ്പോൾ കുക്ക് എന്ന് പേരുണ്ട്, ഡ്രൈവർ എന്ന് പേരുണ്ട്, ബ്ലാക്ക് സ്മിത്ത് എന്ന് പേരുണ്ട്, ഗോൾഡ് സ്മിത്ത് എന്ന് പേരുണ്ട്. ഇതൊക്കെ എങ്ങനെ വന്നാൽ തൊഴിൽ ചേർത്ത് പറയുക, തന്നോട് ചേർത്ത് തൊഴിൽ ചേർത്ത് പറയുക. നമ്മുടെ ആരുടെയെങ്കിലും തൊഴിൽ ചേർത്ത് പറയുന്ന എന്തോ ഒരു കുറവാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. തന്നെയല്ല എൻ്റെ തൊഴിൽ ചേർത്ത് തന്നെ വിളിച്ചാൽ മാനാക്ഷത്തിന് കേസ് കൊടുക്കുന്നൊരു നിലയിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. തന്നെയല്ല തൊഴിലൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്വീകാര്യത, ഒരു മാന്യതയാണ്. നിങ്ങൾ വെച്ചിട്ടുണ്ടോ? തൊഴിലൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ആ പയ്യന് പെട്ടെന്ന് കല്യാണവും നടക്കും. അതാണ് ഈ ജോലിയുള്ളവനൊരു പെണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഈ ഇദ്ദേഹം ചെരുപ്പൂത്തിയായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന സദസ്സിൽ ഒരു സംസ്കൃത പണ്ഡിതൻ വന്നു. സംസ്കൃത പണ്ഡിതൻ പറഞ്ഞു, ഇനി ചില വാക്കുകൾ സംസാരിക്കാൻ ഒരു ചെരുപ്പ് കച്ചവടക്കാരനായ ഒരാൾ ഇവിടെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. എന്നിട്ട് ആക്ഷേപിച്ചുകൊണ്ട് വിളിച്ചു, വില്യം കയറി ഉപ്പുമിട്ട് വരാൻ പറഞ്ഞു. വില്യം കയറി വന്നിട്ട് പറഞ്ഞു, എന്താണെന്നറിയണ്ടേ, ഞാൻ ചെരുപ്പ് കച്ചവടക്കാരനല്ല, പഴയ ചെരുപ്പുകൾ തുന്നിക്കൊടുക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഇത്തരം തൊഴിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്നെ സമീപിക്കാൻ മടിക്കണ്ട, അതെനിക്കൊരു ഇൻകമാകും. അങ്ങനെ ഇന്ത്യയിൽ പ്രവർത്തിച്ച ആളാണ് വില്യം കയറി. ഈ സ്കൂൾ നടത്തുക മാത്രമായിരുന്നില്ല. നിങ്ങളിപ്പോഴും അറിയാത്തൊരു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് എൻ്റെ ചിന്തകളെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണം, ബൈബിളിലേക്കും വരണം. അതായത് അദ്ദേഹം ഒരു യാത്ര ഇങ്ങനെ പോവാം. ആ യാത്രയിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു 10-12 വയസ്സുള്ള വളരെ ഓമനത്തമുള്ള നല്ല മുഖമുള്ള ഒരു പെൺകുട്ടി ഓടി വിയർത്ത് കുളിച്ചു വരുന്നു. അതിൻ്റെ പിന്നാലെ കുറേ സ്ത്രീകളും പുരുഷന്മാരും ഇവളായിട്ട് ഓടിക്കുന്നു. വില്യം കയറി അത്ഭുതപ്പെട്ടു. ഒടുക്കം ഈ കുട്ടി അവിടെ വന്ന് തട്ടി വീണു. അപ്പോൾ വന്ന ആളുകൾ ചേർന്ന് ഈ കുട്ടിയെ പൊക്കിയെടുത്തപ്പോൾ ഇദ്ദേഹം ബംഗാളി ഭാഷ അറിയാൻ ചോദിച്ചു, എന്താ സംഭവം? പറഞ്ഞു, ഇവളെ ധിക്കാരിയാ, മഹാ അഹങ്കാരിയായി പെങ്കൊച്ച്. എന്താ പ്രശ്നം പറ. ഇവൾ ഭർത്താവിൻ്റെ മരണസ്ഥലത്ത് നിന്ന് ചടങ്ങുകൾ ചെയ്യുന്നതിൽ നിന്ന് വിസമ്മതിച്ച് ഓടിയതാ. അതുകൊണ്ട് ഭർത്താവിൻ്റെ മരണം കഴിഞ്ഞു, ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓടിപ്പോന്നതാ, രക്ഷപ്പെട്ടു പോന്നതാ. ഞങ്ങളിവിടെ ആങ്ങളമാരും അനിയച്ചേട്ടത്തിമാരും ഒക്കെയാണ് ഇവളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു. 10-12 വയസ്സുള്ളൊരു കുട്ടി ഒരാളുടെ ഭാര്യയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. അദ്ദേഹം പിന്നാലെ കൂടി നടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഈ പെൺകുട്ടിയെ 4-5 പേർ ബലമായി പിടിച്ചിരുത്തി തല മൊട്ടയടിച്ചു. തലയിൽ മഞ്ഞൾ തേച്ച് ആകെ രൂപം വിരൂപമാക്കി. തൊട്ടപ്പുറത്തൊരു ശവശരീരം കിടപ്പുണ്ട്. 10-55 വയസ്സുള്ള താടി നിറച്ച കവിളൊട്ടിക്കുഴിഞ്ഞ ഒരു വയോവൃദ്ധൻ ഇവളുടെ ഹസ്ബൻഡാണ്. പണ്ട് അങ്ങനെയാണ് ഈ പ്രായമായ മനുഷ്യൻ 10-12 വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിക്കും. മിക്കപ്പോഴും ഈ മനുഷ്യൻ്റെ പ്രായാധിക്യം കഴിഞ്ഞ് ഉള്ള മനുഷ്യനല്ലേ, ഈ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഇയാൾ ചത്തുപോകും. കാരണം അതിന് നേരെ നിൽക്കാനുള്ള ഒരു ആക്കമില്ല. എങ്കിൽ ഈ 12-കാരിയെ കല്യാണം കഴിക്കും. ഈ പണ്ടൊക്കെ ഈ 12-കാരിയെ 5 വയസ്സുകാരിയൊക്കെ കല്യാണം കഴിക്കുന്ന ആളുകളെ മഹാന്മാരെന്നായിരുന്നു വിളിക്കുന്നത്. ഇപ്പം നമുക്കങ്ങനെ വിളിക്കാൻ പറ്റാത്തത് നമ്മുടെ ശാസ്ത്രബോധം വളർന്നതുകൊണ്ടും വൈജ്ഞാനിക ബോധം വർദ്ധിച്ചതുകൊണ്ടും നമ്മളാരും അങ്ങനെ അതപ്പതിക്കാറില്ല. പക്ഷേ അതിവിടെ മഹത്തരമായിരുന്നു. ഈ കുട്ടിയെ പിടിച്ച് ഇയാളുടെ കൂടെ കിടത്തിയ ശേഷം ഇവരെ 2 ആളുകളുടെയും ദേഹത്തേക്ക് പച്ചമുളകൾ ലംബവും തിരശ്ചീനവുമായിട്ട് അടുക്കിയിട്ട് ഈ മുളകളെ വള്ളി വെച്ച് ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയിട്ട് അതിലേക്ക് കർപ്പൂരവും നെയ്യുമൊക്കെ ചേർത്തൊഴിച്ചിട്ട് മന്ത്രോച്ചാരണങ്ങളോട് കൂടി തീ കൊടുക്കും. ഈ കുട്ടിക്കൊന്ന് ചലിക്കാൻ പോലും കഴിയാതെ പിടഞ്ഞു മരിക്കുന്ന കാഴ്ച ഈ മനുഷ്യൻ കണ്ടു. നടുങ്ങിപ്പോയി. ആ സംഭവത്തിന് പറയുന്ന പേരാണ് സതി. സതിയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അദ്ദേഹവും സുഹൃത്തുക്കളും പണി ചെയ്യാനിറങ്ങി, പ്രവർത്തനക്ഷമരായി. അദ്ദേഹത്തിനൊപ്പം വളരെ പ്രമുഖനായ വില്യം വാർഡ് എന്നു പേരുള്ളൊരു മിഷണറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോഷുവ മാഷ്മാൻ എന്നു പേരായ മറ്റൊരു സുഹൃത്തുണ്ട്. ഈ 3 പേരെയും ചേർത്ത് ഷെറാംപൂർ ട്രയംഫ്, ഷെറാംപൂർ ത്രിമൂർത്തികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ 3 ആളുകൾ ചേർന്നുകൊണ്ട് അതിശക്തമായ ഒരു പ്രചരണം അഴിച്ചുവിട്ടു. ഇത് മനുഷ്യത്വരഹിതമാണ്, ഇത് ഭീകരമാണ്. അവർക്ക് അന്ന് ലഭിച്ച സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായി പ്രതികരിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നിരന്തരമായി സമരത്തിലേർപ്പെട്ടുകൊണ്ട് അവിടേക്ക് കമ്പിയടിച്ചു. അവിടെ കിട്ടിയ സന്ദേശങ്ങൾ വായിച്ചറിഞ്ഞ ഭരണകൂടം ഉണർന്നു. ഈ രാജ്യത്ത് ഈ നിയമം നിരോധിക്കണം, ഈ പ്രാകൃതാവസ്ഥ നിരോധിക്കണം. അങ്ങനെ ഈ പ്രാകൃതാവസ്ഥ നിരോധിക്കണമെന്ന് നിരന്തര ശബ്ദം മുഴക്കുമ്പോൾ അതിൻ്റെ പിന്നീടാണ് ബഹുമാനപ്പെട്ട രാജാറാം മോഹൻ റോയിയൊക്കെ രംഗപ്രവേശം ചെയ്യുന്നത്. പക്ഷേ ചരിത്രം എഴുതുന്നവർ പലപ്പോഴും രാജാറാം മോഹൻ റോയിയെ കൊണ്ട് ചരിത്രം അവസാനിപ്പിക്കും. ഈ ഷെറാംപൂർ ട്രയംഫ് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ആ സംഭവങ്ങൾ പറയാറില്ല. വില്യം ഗേരിയും ഈ പറയപ്പെടുന്ന വില്യം വാർഡും
അതുപോലെ ജോഷ് മാഷനുമൊക്കെ ചേർന്ന് നടത്തിയ ഏറ്റവും പരിഷ്കൃതമായ സമരമുറ, അത് വഴി സ്തംഭിപ്പിച്ചുകൊണ്ടോ കടകമ്പോളങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടോ ജാഥ നടത്തിക്കൊണ്ടോ അല്ല. തങ്ങൾ ജീവിച്ചിരിക്കുന്ന രാജ്യത്ത് തങ്ങളുടെ കൺമുമ്പിൽ ഒരു മനുഷ്യപ്രാണൻ ഇങ്ങനെ പിടയുന്ന കാഴ്ച കണ്ട് ആത്മാർത്ഥത കൊണ്ട് നിരന്തരം ഭരണകൂടത്തെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒടുക്കം ഇന്ത്യയിൽ സതിനിരോധന നിയമം പാസ്സായി. ഇന്ത്യയിൽ സതിനിരോധന നിയമം പാസ്സാകുമ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആ സതി വേണമെന്ന താല്പര്യം തോന്നി. നഷ്ടപ്പെട്ടുപോയ ആ സതി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏതാണ്ട് 75,000-ൽ പരം സ്ത്രീകൾ മുംബൈയുടെ തെരുവീതിയിലൂടെ ജാഥ നടത്തിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർത്തുകൊള്ളണം. ഡൽഹിയുടെ തെരുവീതികളിലൂടെ രാജവൈദികളിലൂടെ ഇനിയും സതി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ലക്ഷക്കണക്കിന് സ്ത്രീകൾ വീണ്ടും തെരുവിലിറങ്ങിയ വിധത്തിൽ അജ്ഞതയുടെ ഇരുട്ടിൽ ആണ്ടുകിടന്ന രാജ്യം. പക്ഷേ കരുത്തന്മാരായ ദൈവത്തിൻ്റെ വൃത്തന്മാർ പ്രാർത്ഥനാ പുരസരം സതിക്കെതിരെ നിലപാടെടുത്തപ്പോൾ 1,00,000-ന്റെ ശക്തി പ്രകടനങ്ങളൊന്നും കണ്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദം അതിന് വിലപ്പെട്ടില്ല. സതി നിരാകരിക്കപ്പെട്ടു, അത് നിഷേധിക്കപ്പെട്ടു. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രവർത്തനക്ഷമനാകുന്നവന്റെ അംഗബലത്തിന്റെ കരുത്തിലല്ല, ഭക്തന്റെ പ്രാർത്ഥനയാണ് ചില നിയമങ്ങളെ കാറ്റിൽ പറപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ ഇന്ന് ഛത്തീസ്ഗഡിൽ, ബീഹാറിൽ, കർണാടകയിൽ, ഇന്ത്യയുടെ പലയിടങ്ങളിൽ അതിദാരുണമായി പീഡിപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ ആലയങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. അല്ലയോ സഹചരെ, ബഹുമാന്യരെ, ഞങ്ങളുടെ ആലയങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനാ മന്ദിരങ്ങളും ഞങ്ങളുടെ പുരോഹിത ശ്രേഷ്ഠന്മാരും ഞങ്ങളുടെ വിലപിടിപ്പുള്ള മിഷണറി പ്രവർത്തകരും ഇന്ത്യയുടെ മണ്ണിൽ പ്രാണൻ പിടഞ്ഞു മരിക്കുമ്പോൾ ഞങ്ങൾ തെരുവിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു സമരം ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ വലിയ സംഭരണ കേന്ദ്രങ്ങളായിത്തീരും, ആത്മശക്തിയുടെ സംഭരണ കേന്ദ്രങ്ങളായിത്തീരും. ദൈവത്തിൽ അധിഷ്ഠിതമായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹം ഉണർന്നെങ്കിൽ വിശ്വാസത്താൽ ഇന്ന് രാത്രി ഛത്തീസ്ഗഡിൽ, കർണാടകയിൽ, ബീഹാറിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന സമശിഷ്ടങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ ഉച്ചൈസ്തരം ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തിന് മഹത്വമർപ്പിക്കണം. അതിന്റെ കാരണം മറ്റൊന്നല്ല. അല്ലയോ സഹോദരേ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പീഡിപ്പിക്കപ്പെടുന്ന, വേദനിക്കപ്പെടുന്ന നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഗിൽഗാൽ പ്രയർ ഫെലോഷിപ്പ് അടക്കം കേരളത്തിന്റെ കരയിൽ, ഇന്ത്യ മഹാരാജ്യത്തിൽ യേശുവിന്റെ ആത്മാവിന്റെ ചൈതന്യം ഏറ്റെടുക്കുന്ന ലക്ഷക്കണക്കിനായ ക്രിസ്തുവിന്റെ സഹന ഭടന്മാർ ഒത്തൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥനാ നിരതരായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ശബ്ദമുയർത്തുമ്പോൾ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവം സ്വർഗത്തിലുണ്ട്. അല്ലയോ സമൂഹമേ, എന്താ ഞങ്ങൾ ചെയ്ത കുറ്റം? ഇന്ത്യ മഹാരാജ്യമേ പറയൂ. അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ ലഭ്യമായ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പടപൊരുതിയതോ? നിങ്ങൾ പറയൂ, എന്താണ് ഞങ്ങൾ ചെയ്ത കുറ്റം? യേശുവിനെ പ്രസംഗിച്ചതോ? കലാലയങ്ങൾ ആരംഭിച്ചതോ? അക്ഷരവും അക്കവും വിലക്കപ്പെട്ട ജനസാമാന്യങ്ങൾക്ക് വേണ്ടി കലാലയങ്ങൾ ആരംഭിച്ചതോ? അവരെ കുളിപ്പിച്ച് ശുദ്ധരാക്കി മാറ്റിയതോ? അവരെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചതോ? അവരെ വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചതോ? ഏതാണ് ഇന്ത്യയിൽ മിഷണറിമാർ ചെയ്ത കുറ്റം? എന്താണ് ഞങ്ങൾ ചെയ്ത ദ്രോഹം? ഇന്ന് മതപരിവർത്തന ലോബി എന്ന് വിളിച്ച് ഞങ്ങളെയൊക്കെ പരിഹസിക്കും, ഞങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. രാജ്യം ഭരിക്കുന്ന പല പ്രമുഖരും എങ്ങനെയാണ് ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഇടപെടുന്നതെന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ഓർത്തിരിക്കണം. ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിക്കുകയല്ല. എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ തരമില്ല. ഈ രാജ്യത്തെ ഭരണഘടനയിൽ മതപരിവർത്തനം പാടില്ല എന്നൊരു ക്ലോസ് ഇല്ല, അങ്ങനെ ഒരു നിബന്ധനയില്ല. 2, ഈ രാജ്യത്തിലെ ഭരണഘടനയിൽ മതപരിവർത്തനം പാടില്ല എന്നൊരു ക്ലോസ് ഇല്ലെന്ന് മാത്രമല്ല, മതപ്രചരണം, തൻ്റെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമായിരിക്കുന്നില്ല, അത് നമ്മുടെ അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലപ്പോഴൊക്കെ ചില ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഈ രാജ്യത്ത് വന്ന ക്രിസ്ത്യാനിറ്റിയെ, ഇതര മതങ്ങളെ ഇവിടെ ഹൃദയവിശാലതയോടെ ആളുകൾ സ്വീകരിച്ചു, അത് ഈ രാജ്യത്തിൻ്റെ തനതായ മതത്തിൻ്റെ എന്തോ വിശാലതയാണെന്നാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇത് വാക്കുകളെ തെറ്റാണ്. ഈ വാക്കുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. അതിൻ്റെ കാരണം ഈ രാജ്യത്തിനൊരു തനത് മതം ഇല്ലായിരുന്നു. ഇന്ത്യക്ക് ഏതെങ്കിലും മതം ഏതെങ്കിലും ഒരു കാലത്തുണ്ടായിരുന്നില്ല. ചരിത്രം കൃത്യമായി അതിൻ്റെ അടരുകളിലൂടെ പരിശോധിച്ചാൽ ഇന്ത്യയുടെ പൗരാണികത, അതിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് മതവിശ്വാസത്തിലെയല്ല. ഇന്ത്യയുടെ പൗരാണിക ചരിത്രം നമ്മൾ പരിധിച്ചെന്നാൽ അതിൻ്റെ വിശ്വാസ സംഹിത ഒരിക്കലും കിടക്കുന്നത് വിശ്വാസത്തിലല്ല, മറിച്ച് നിരീശ്വരവാദത്തിലാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആ പൗരാണികമായ അടരുകൾ, അതിൻ്റെ തത്വചിന്ത കിടക്കുന്നത് ഈശ്വര വിശ്വാസത്തിലല്ല, ഈശ്വര നിഷേധത്തിലാണ്.
ഇന്ത്യയിലുണ്ടായ 3 ദർശനങ്ങളുണ്ട്. ആ 3 ദർശനങ്ങൾ പഠിക്കുക. തനി ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന 3 മതങ്ങൾ തനി ഇന്ത്യൻ, ശുദ്ധിയുള്ള 3 ഇന്ത്യൻ മതങ്ങൾ ഏതൊക്കെയാ ഞാൻ പറയും. ഒന്ന് ചാർവാകന്റെ മതം. ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ഈ ചാർവാക മതത്തെ പറ്റി കേട്ട് വലിയ പരിചയമുണ്ടാകുകയില്ല. ചാർവാകൻ ഒരു മഹർഷിയുടെ പേരാണ്. ചാർവാകനെ പറ്റി വളരെ മനോഹരമായ ചിന്തകളേറെയുണ്ട്. ചാർവാകൻ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ നിലയിലെ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ട് അന്വേഷണത്തിനൊടുവിൽ ഉലകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു ഈശ്വരനില്ല എന്ന വസ്തുതയാണ്. അദ്ദേഹം പുത്രകാമേഷ്ടിക്കെതിരായിരുന്നോ, യാഗങ്ങൾക്കെതിരായിരുന്നോ, ദൈവത്തിനെതിരായിരുന്നോ, എല്ലാത്തരം ചൂഷണങ്ങൾക്കുമെതിരായിരുന്നോ ഒരു സാമൂഹിക വിപ്ലവകാരിയായി തന്റെ ദർശനങ്ങളെ മുമ്പിട്ട് വെച്ച ചാർവാകന്റെ ലോകായത മതമാണ് പൗരാണികമായത്. ഇന്ത്യയിലുണ്ടായ മറ്റൊരു ദർശനം ബുദ്ധമതമാണ്. ഇന്ത്യയിലുണ്ടായ മറ്റൊരു ദർശനം ജൈനമതമാണ്. ബുദ്ധമതവും ജൈനമതവും ചാർവാകമതവും അതിൻ്റെ മതഗ്രന്ഥങ്ങളെ എങ്ങനെ അപഗ്രഥിച്ചാലും ഈ 3 മതഗ്രന്ഥങ്ങളിലും ഒരു സൂപ്പർ നാച്ചുറൽ പവറിനെ പറ്റി പറയുന്നില്ല, ഒരു ദൈവത്തെ പറ്റി പറയുന്നില്ല. അത് ദൈവനിഷേധത്തിൻ്റെ മതങ്ങളാണ്. അജീവികന്മാരെന്നറിയപ്പെടുന്ന ചിന്തകന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. അവരും ദൈവത്തിലല്ല വിശ്വസിച്ചത്. ഭാരതത്തിലേക്ക് ദൈവവിശ്വാസവും ചിന്തയും പിൽക്കാലത്ത് കടന്നു വന്നതാണ്. വീണ്ടും ഞാൻ പറയട്ടെ, ഇന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ബൈബിൾ പ്രചരിപ്പിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിശാലത കൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യാനിത്വം വളർന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെ പറയാനും പാടില്ല. ഞാൻ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത്, ഞാൻ ബൈബിളിൻ്റെ പ്രചാരകനായിരിക്കുന്നത് ആരുടെയും ഹൃദയവിശാലതയുടെ സൗജന്യം കൊണ്ടല്ല. ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്ന അവകാശമാണ്. അവകാശത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ത്യൻ ഭരണഘടന തരുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങളിവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ, ഞങ്ങളിവിടെ പ്രസംഗിച്ചിട്ടുള്ളൂ. രാജ്യ നിയമത്തിനെതിരെ, രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിനെതിരെ, ഇവിടെ നിൽക്കുന്ന സോഷ്യൽ ഹാർമണിക്കെതിരെ ഒരു വാക്ക് പോലും ഞങ്ങൾ ഇതുവരെ പുലമ്പിയിട്ടില്ല, നാളെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ രാജ്യത്ത് ക്രൈസ്തവനായോ നിരീശ്വരനായോ മുസൽമാനായോ ഹിന്ദുവായോ ജീവിക്കാനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തിനും ഞങ്ങൾ എതിരല്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തരുന്ന അന്തസ്സാർന്ന ആഭിജാത്യമാർന്ന ആ ബോധത്തെ നിരാകരിച്ചുകൊണ്ട് ഞങ്ങളെ മതപരിവർത്തന ലോബിയാക്കി ആളുകൾ ചിത്രീകരിക്കുമ്പോൾ ഈ രാജ്യത്ത് മറ്റൊരു നിയമമുണ്ട്. എന്താ നിയമം എന്നറിയണ്ടേ? നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് ജയിക്കുന്നു, വോട്ട് ആ തത്വചിന്തയ്ക്ക് തരുന്നു. മനസ്സിലായില്ല? അതുകൊണ്ട് ഒരു 10 സ്ഥാനാർത്ഥി നിന്നാൽ IAS നിന്നാലും ഈ 2-3 മുന്നണി മത്സരിക്കുന്നിടത്ത് UDF LDF ഒക്കെ ജയിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം ആളുകൾ അർപ്പിച്ച വിശ്വാസം IAS കഴിവിലല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്തേ ആശയത്തിലാണ്. ഇവർക്കൊരു നിയമമുണ്ട്, കൂറുമാറ്റ നിരോധന നിയമം. അയാളുടെ രാഷ്ട്രീയം മാറാൻ പാടില്ല. 5 വർഷം ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടിരിക്കണം. അഥവാ മാറിപ്പോയാൽ ഒരു പണിയുണ്ട്, കൂറുമാറ്റ നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് 6 വർഷത്തേക്ക് ആളിനെ അയോഗ്യനാക്കും. എന്തിനാ 6 വർഷം എന്ന് അറിയണ്ടേ? 5 വർഷം കൊണ്ട് ഇലക്ഷൻ പീരീഡ് തീരും. 6 വർഷമായി കഴിഞ്ഞാൽ നോമിനേഷൻ കൊടുക്കാനുള്ള സമയവും പോകും. 2 ടൈം അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെടും. നമ്മുടെ രാജ്യത്തെ നിയമമാണ്, ഓർക്കണേ. ഇതിനെ മറികടക്കാൻ ഒരു സംവിധാനമുണ്ട്. എന്താണെന്നറിയണ്ടേ? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ 9 പേരുണ്ടെന്നിരിക്കട്ടെ, ആ 9 പേരിൽ ഈ നേരെ പാതി ആളുകൾ മാറിക്കഴിഞ്ഞാൽ അത് കൂറുമാറ്റമല്ല, മറിച്ച് പിളർപ്പായിട്ട് അംഗീകരിക്കും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കൊരു പണിയുണ്ട്. ഒരു 40 MLA ആ പാർട്ടി തോറ്റും പോയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പുറത്തൊരു 60 MLA ഉണ്ടെന്നിരിക്കട്ടെ 100 സീറ്റിൽ. അപ്പം 40കാരൻ രക്ഷയില്ല. അയാൾ പോയിട്ട് എന്ത് ചെയ്യും? ഈ 60 നേടിയ ഓരോ MLAക്കും ചാക്ക് കണക്കിന് പണം തട്ടിക്കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവന്നിട്ട് ഈ ഭരണം പിടിക്കും. അതിൻ്റെ പേര് പറയും കുതിരക്കച്ചവടം. അപ്പോൾ രാജ്യത്തൊരു നിയമമുണ്ട്, ഈ കൂറ് മാറ്റരുതെന്ന്. അത് കോടികൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കി ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ മുഴുവൻ ഹൈജാക്ക് ചെയ്യുന്നത് ഈ രാജ്യത്ത് പഥ്യമാണ്. പക്ഷേ സുവിശേഷം പറഞ്ഞിട്ടൊരുവൻ യേശുവിനെ സ്വീകരിച്ചാൽ അതെന്തോ ഗുരുതരമായ കുഴപ്പമാണ്. നിൻ്റെ തലയാണ് പരിശോധിക്കേണ്ടത്. മനസ്സിലായുണ്ടോ? നീ നിയമം പഠിക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്ക്. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി? അത് പോയി പഠിച്ചിട്ട് വാ. അതൊക്കെ അറിയാഞ്ഞിട്ടല്ല, പിന്നെ അടവെടുത്ത് നോക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ അടവിങ്ങനെ വിജയിപ്പിക്കുന്നത് ചില ആൾക്കാർക്ക് ഇതൊക്കെ കേട്ടിട്ട് ഏതാണ്ടൊരു പ്രയാസം പോലെ തോന്നും. പേടിക്കേണ്ടെന്നേ, ഒന്നും പേടിക്കേണ്ട. അന്തസ്സായിട്ട് 2 വാക്ക് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് മരിച്ചാൽ അതൊരു സന്തോഷമല്ലേ? നിങ്ങൾക്കൊരു സന്തോഷമില്ല. ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു വസ്തുതയാണ്. ഛത്തീസ്ഗഡിലും ബീഹാറിലും ഒക്കെ ഇത് സംഭവിക്കുക. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം. മലയാളിയെ എങ്ങനെയാണ് ബൈബിൾ സ്വാധീനിച്ചത് എന്ന് ഞാനൊന്ന് പറഞ്ഞിട്ട് ഈ ചിന്ത പൂർത്തീകരിക്കാം. ഏതായാലും ഒരു കാര്യം കേട്ടോ, ഈ ബൈബിൾ എന്ന പദം ഉണ്ടാകുന്നത്, ഈ ബൈബിൾ എന്ന പദം ആദ്യം നമുക്ക് തരുന്നത് 1382 ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ വിക്ലിഫ് എന്ന പണ്ഡിതനാണ്. അതിനുമ്പോൾ ബൈബിൾ നല്ല ഇതറിയപ്പെടുന്നത്. അതൊരു ഗ്രന്ഥം, ശ്രേഷ്ഠ ഗ്രന്ഥം, വിശുദ്ധ വചനം എന്നൊക്കെ പറയുമെങ്കിലും ഈ ബൈബിൾ എന്ന ഇംഗ്ലീഷ് പദം നമുക്ക് കിട്ടുന്നത് 1382 ഇംഗ്ലണ്ടിലെ
ജോൺ വിക്ലിഫ് അദ്ദേഹമാണ് ഇത് കൊണ്ടുവരുന്നത്. വിക്ലിഫിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്, വിക്ലിഫിൻ്റെ കമൻ്ററികളുണ്ട്. വിക്ലിഫ് വലിയൊരു ചിന്തകനാണ്. വിക്ലിഫിനെ ദാരുണമായി കൊല്ലുകയായിരുന്നു പിൽക്കാലത്ത്, അത് മറ്റൊരു ചരിത്രം. ഈ വിക്ലിഫ് ഈ പദം കൊണ്ടുവന്നു. അതിൻ്റെ കാരണം ഇതിൻ്റെ മൂല ഭാഷയിൽ ഈ പുസ്തകത്തെ വിളിച്ച പേര് ടാ ബിബ്ലിയ എന്നായിരുന്നു. ടാ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ദ ബുക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദ ബുക്സ്, പുസ്തകങ്ങൾ എന്നതിനർത്ഥമുള്ളൂ. ഇതിൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ടാ ബിബ്ലിയ എന്നായി. അത് ബൈബിൾ എന്നായി, ഹോളി ബൈബിൾ. ഈ ബൈബിളിന് ഒരു വലിയ ചരിത്രമുണ്ട്. ലോകത്തെമ്പാടും ആ ചരിത്രം വളരെ രസകരമാണ്. ഈ ബൈബിള് ഒരു കാലഘട്ടം വരെ ഈ പള്ളിമേടക്കുള്ളിൽ ഒതുങ്ങുമായിരുന്നു. ഞാൻ അതിൻ്റെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞു, പാപ്പിറസും പാർച്ചുമൻസും ഒക്കെ ഇന്നലെ പറഞ്ഞു. മാത്രമല്ല പുരോഹിതന്മാർ മാത്രം കഷ്ടിച്ചത് വായിക്കും, ജനങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ മുതൽ ഈ ഞാൻ പറഞ്ഞ വില്യം കേരിക്ക് മുമ്പ് ഈ ധാരാളം ആളുകൾ ബൈബിൾ പരിഭാഷയുടെ ശ്രമം നടത്തിയിട്ടുണ്ട്. ബൈബിൾ അതുവരെയുള്ള പരിഭാഷയുടെ എണ്ണം ഞാൻ പറയാം, അതാണ് ഞാൻ ഓർത്തു വന്നത്. എന്താണെന്നറിയണ്ടേ? മുമ്പുള്ള ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ മൂലകൃതി ഓൾഡ് ടെസ്റ്റമെൻ്റ് എഴുതിയത് എബ്രായ ഭാഷയിൽ, അത് വലത്ത് നിന്ന് ഇടത്തോട്ട്. പുതിയ നിയമം എന്നറിയപ്പെടുന്ന നമ്മൾ വായിക്കുന്ന രണ്ടാം ഭാഗം അത് എഴുതിയത് ഗ്രീക്ക് ഭാഷയിൽ, അത് ഇടത്ത് നിന്ന് വലത്തോട്ട്, ഇംഗ്ലീഷൊക്കെ പോലെ തന്നെ ഇങ്ങനെയാണ് എഴുതുന്നത്. ഈ രണ്ട് ഭാഷകളിലും ചേർന്നാണ് ബൈബിൾ ഉള്ളത്. പക്ഷേ രസാവഹമായ കാര്യം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് 300 കൊല്ലം മുമ്പ് നമുക്ക് ബൈബിളിൻ്റെ പഴയ നിയമത്തിന് ഒരു പരിഭാഷയുണ്ടായി. പഴയ നിയമത്തിന് അത് സാധിക്കുമല്ലോ, യേശുവിന് 300 കൊല്ലം മുമ്പ് അത് ഗ്രീക്ക് പരിഭാഷയായിരുന്നു. പിൽക്കാലത്ത് ഇതിന് ലാറ്റിനിൽ പരിഭാഷയുണ്ടായി. പിന്നെയും ഈ ബൈബിളിന് അരാമിക്കിൽ പരിഭാഷയുണ്ടായി. അപ്പോൾ അരാമിക്ക്, ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു ഇത്രയും ഭാഷകളിൽ ഇതിന് പരിഭാഷകളുണ്ടായി. പിന്നീട് അധികം ഇല്ല. പെഷിത്ത ബൈബിളെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അരാമിക്ക് ബൈബിളാണ് പെഷിത്ത, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മാതൃഭാഷയിലേക്കൊന്ന് മാറ്റണം. ഇതിനു വേണ്ടി തയ്യാറെടുത്ത് രാജ്യത്ത് നിൽക്കുന്ന നിയമം ലംഘിച്ച് പരിഭാഷപ്പെടുത്തി എരിയുന്ന തീച്ചുളയിൽ പിടഞ്ഞു വീണ് മരിച്ച ദിയാസന്മാരുണ്ട്. ഞാൻ ആ ചരിത്രമല്ല എൻ്റെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇതിന് ശേഷം ഈ പരിഭാഷയ്ക്ക് വേണ്ടി പലരും ശ്രമിച്ചിട്ട് അതൊക്കെ നിയമവിരുദ്ധമെന്ന് കണ്ട് അന്നത്തെ ഭരണകൂടം അവരെയൊക്കെ കൊന്നുകളഞ്ഞു. അപ്പോൾ കാലമേറെ കഴിഞ്ഞ് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിക്ക് തോന്നി ഈ ബൈബിളിനൊരു പരിഭാഷ ഉണ്ടാകണം. അങ്ങനെ ഇംഗ്ലണ്ടിലെ രാജാവ് പണ്ഡിതന്മാരായ 19 പേരെ കൊണ്ടുവന്നിരുത്തി ഇംഗ്ലീഷിലേക്ക് ഹീബ്രു ഗ്രീക്ക് ഭാഷയിലെ ബൈബിള് മൊഴിമാറ്റം നടത്തി. ഈ മൊഴിമാറ്റം നടത്തിയവരൊരു ആവശ്യമില്ലാത്തൊരു പണിയും ചെയ്തായിരുന്നു. അവിടെ ശ്രദ്ധിച്ചോണം, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ രാജാവിൻ്റെ പേര് ജെയിംസ് എന്നായിരുന്നു, ജെയിംസ്. അപ്പോൾ ഈ രാജാവിനോടുള്ള സ്നേഹം നിമിത്തം ബൈബിളിലെ യാക്കോബിൻ്റെ പേര് ജെയിംസ് എന്നാക്കി പുതിയ നിയമത്തിൽ. അപ്പോൾ ചിലർക്ക് തോന്നുന്നു ഓൾഡ് ടെസ്റ്റമെൻ്റ് ജേക്കബ് എന്ന് കിടക്കുന്നു, ന്യൂ ടെസ്റ്റമെൻ്റ് ജെയിംസ് എന്ന് കിടക്കുന്നു. എന്തിനാണ്? അതിൻ്റെ കാരണം ചക്രവർത്തി തിരുമനസിൻ്റെ പേര് ഒരു ചെറിയ മാറ്റം വരുത്തി ഇങ്ങോട്ടിട്ടു. അത് വേണ്ടിയിരുന്നില്ല. ഏതായാലും ലക്ഷണമൊത്ത ഒരു പരിഭാഷ കിങ് ജെയിംസ് വേർഷൻ എന്ന പേരിൽ 16-ാം നൂറ്റാണ്ടിൽ നമുക്ക് കിട്ടി. 16-ാം നൂറ്റാണ്ടിൽ 1500-കളിൽ ഇത് കിട്ടിയ ശേഷം മലയാളക്കരയിൽ നമ്മളൊരു ബൈബിൾ കിട്ടിയ ചരിത്രത്തിലേക്ക് ഞാനന്ന് വരിക. ഇംഗ്ലീഷ് ബൈബിൾ കിട്ടിയതും ഒക്കെ ആളുകൾ ആവേശപൂർവ്വം പറയാറുണ്ട്. പക്ഷെ മലയാളികളായ നമുക്ക് നമ്മുടെ ഭാഷയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് വലിയ ബോധമില്ല. എന്നാൽ ഞാൻ അതിലൂടൊരു സംഭവം പറയാം. ഇന്ത്യയെക്കുറിച്ചുള്ള, ഭാരതത്തിലെ ക്രൈസ്തവരെക്കുറിച്ചുള്ള ഏറ്റവും പൗരാണികമായ അറിവ് 2-ാം നൂറ്റാണ്ടിലിതാണ്. 2-ാം നൂറ്റാണ്ടിൽ അങ്ങ് ഈജിപ്തിലുണ്ടായിരുന്ന പാൻഡീനസ് എന്നറിയപ്പെടുന്ന ഒരു സഞ്ചാരി, അദ്ദേഹം ഒരു വൈദിക പാഠശാലയുടെ ചുമതലക്കാരനാണ്. അദ്ദേഹം കപ്പൽ കയറി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലത്തിൻ്റെ കാര്യം അദ്ദേഹം ഡയറിയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഞാൻ കുരുമുളകിൻ്റെ നാട് സന്ദർശിച്ചു. കുരുമുളകിൻ്റെ നാടെന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ ഊഹിച്ചാൽ മതി. കുരുമുളകിൻ്റെ നാട് ഞാൻ സന്ദർശിച്ചു. എന്തിനാ വന്നതെന്നറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ ഭാഷയായ കോപ്റ്റിക് ഭാഷയിലെ ബൈബിള് നമുക്ക് തന്നിട്ട് അയാളുടെ ഭാഷ പഠിപ്പിച്ചിട്ട് ഈ ബൈബിള് നമ്മളെ പഠിപ്പിക്കാൻ വന്നതാണ്. പക്ഷെ ഇവിടെ ഒരു കാഴ്ച കണ്ട്
പുള്ളി നടുങ്ങിപ്പോയി. ഞാനിത് പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ മത്തായിയുടെ സുവിശേഷം അരാമിക് ഭാഷയിൽ വായിക്കുന്നവരെ ഞാൻ അവിടെ കണ്ടു. മനസ്സിലായോ? നമ്മുടെ വല്യപ്പൻ്റെ അടുത്ത് വിദേശ ഭാഷ പഠിപ്പിക്കാൻ വന്ന പാൻറ്റിനസ് കണ്ടത് നമ്മുടെ വല്യപ്പൻ കൊരണ്ടിപ്പല വലിച്ചിട്ട് കൊടുത്ത് വെച്ചിരിക്കും. കുഞ്ഞിരിക്ക് എന്തോ അറിയണം മത്തായിയുടെ സുവിശേഷത്തിൽ ദാ പിടിച്ചോ എന്ന് പറഞ്ഞ വല്യപ്പനുണ്ടായിരുന്നു ഇവിടെ. മനസ്സിലായോ? നമ്മൾ പെട്ടെന്ന് ചരിത്രം തേടിയിട്ട് പറയുക ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന്. വേണ്ടെന്ന് മലയാളത്തിലുണ്ടെന്ന് അന്തസ്സായിട്ട് നമുക്കൊരു സന്തോഷമില്ല മലയാളത്തിൽ ഇതിൻ്റെയൊക്കെ ചരിത്രം ഉണ്ടെന്ന് പറയാൻ. വീണ്ടും പറയട്ടെ, ബൈബിളിലെ ആളുകളുടെ പേര് കൃത്യം ഉദ്ധരിക്കുന്ന നമ്മൾ മലയാളികളാണെന്നറിയാവോ? യേശു തൻ്റെ അരിമശിഷ്യനായ മത്തായിയെ വിളിച്ചത് മത്തായി, സായിപ്പ് വിളിച്ചത് മാത്യു, നമ്മളും വിളിക്കുന്ന മത്തായി. പിടികിട്ടിയോ? മാർക്കോസ്, ഇങ്ങനെയാണ് പൗലോസ് തൻ്റെ സഹചാരിയായ മാർക്കോസിനെ വിളിച്ചത്. സായിപ്പ് വിളിച്ച മാർക്ക്, നമ്മളും വിളിക്കുന്ന മർക്കോസ്. ആരാ ശരി? യേശു വിളിച്ചു പത്രോസ്, സായിപ്പ് വിളിച്ചു പീറ്റർ, മലയാളിയും വിളിച്ചു പത്രോസ്. ആരാ കറക്റ്റ്? യേശു വിളിച്ചു യാക്കൂബ്, നമ്മളും വിളിച്ചു യാക്കോബ്. സർവോപരി യേശുവിനെ തദ്ദേശവാസികൾ വിളിച്ചു യഹോശുവ, നമ്മളതോട് ചേർന്ന് വിളിച്ചു യേശു. മനസ്സിലായില്ലേ? സായിപ്പ് വിളിച്ചു ജീസസ്. അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്നറിയണ്ടേ? ഇടയ്ക്കിടയ്ക്ക് ഓരോ അനൗൺസ്മെൻറ്റ് സ്റ്റാൻഡിൽ നിന്ന് കേൾക്കാം, ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണമെന്ന്. കേട്ടിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. ഞങ്ങളുടെ നാട്ടിൽ റാന്നി എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. സമയത്തിനും കാലത്തിനും അത് ചെല്ലുകയില്ല, മനുഷ്യനെ കയറ്റുകയില്ല. അടുത്തവനോട് പ്രശ്നം, പേരെന്തുവാ? ജീസസ്. പോട്ടെ. അപ്പോൾ കൃത്യമായ ഉച്ചാരണം എങ്ങനെ? യഹോശുവ, യേശു ക്രിസ്തു, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതേ, നമുക്കിതൊക്കെ ആണെങ്കിലും ഒരു സമ്പൂർണ്ണ ബൈബിളില്ല. അപ്പോൾ ഈ സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഒരു മിഷനറി ക്ലോജിയസ് ബുക്കാനൻ എന്നു പേര്. ബുക്കാനൻ പശ്ചിമ ബംഗാളിലെ ശരാംപൂരിൽ നിന്ന് കേരളത്തിലെത്തി. കേരളത്തിലെത്തുമ്പോൾ പള്ളികളിലെ സ്ഥിതി സുറിയാനി ഭാഷയിലെ ബൈബിൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ബുക്കാനൻ തീരുമാനിച്ചു ഇവിടെ നമുക്കൊരു ബൈബിൾ ഉണ്ടാകണം. 1811 കായംകുളം ഫിലിപ്പോസ് റമ്പാൻ എന്നറിയപ്പെടുന്ന ആദരണീയനായ കർത്തൃദാസൻ ഒരു പരിഭാഷ നിർവഹിച്ചു. മുംബൈയിലെ കൂരിയർ പ്രസിൽ കൊണ്ട് അച്ചടിച്ചു. പക്ഷേ ചില പ്രശ്നം, ആ ബൈബിൾ ഇവിടെ എത്തിയപ്പോൾ, ബൈബിൾ മൊത്തമല്ല, സുവിശേഷങ്ങളാണ്, 4 സുവിശേഷം. അതിൽ പലതിലും സുറിയാനി പദങ്ങളാണ് കിടക്കുന്നത്. വായിച്ചിട്ട് സാധാരണ മനുഷ്യന് പിടികിട്ടുന്നില്ല. അല്പം തമിഴ് ചുവ കിടക്കും. തമിഴ് ചുവയുള്ള ശുദ്ധ മലയാളത്തിലെ പുസ്തകം കിട്ടാതെ വന്നപ്പോൾ വീണ്ടും പരിഭാഷയ്ക്ക് മറ്റൊരു മനുഷ്യൻ തയ്യാറായി. അത് 1840 ഒക്കെ എത്തുമ്പോഴേക്കും അത് എത്തിക്കഴിഞ്ഞു. 1825 മുതലേ ശ്രമം നടത്തി. അത് ചെയ്ത ആളാണ് ബെഞ്ചമിൻ ബെയ്ലി. ഈ ബെയ്ലിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. കോട്ടയത്ത് CMS പ്രസ് കൊണ്ടുവരുന്ന ബെഞ്ചമിൻ ബെയ്ലിയ. അദ്ദേഹം അച്ചുകൂട വർണ്ണം കപ്പലിൽ വരുത്തി. അത് വരുത്തിയ ശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ അച്ചുകൂടത്തിലിടാൻ വേണ്ടിയുള്ള അക്ഷരങ്ങളില്ല. അക്ഷരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ബെയ്ലി അക്ഷര മാതൃകകൾ സൃഷ്ടിച്ച് കോട്ടയത്ത് പരിസര പ്രദേശങ്ങളിലും കൊല്ലപ്പണി ചെയ്യുന്ന സഹോദരന്മാരുടെ വീട്ടിലെത്തി. പാമ്പാടിയിൽ, കഞ്ഞിക്കുഴിയിൽ പരിസരങ്ങളിൽ ചെന്നിട്ട് അവർക്ക് കൂലി കൊടുത്തിട്ട് അക്ഷരം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അക്ഷരം ഒഴുകിക്കൊണ്ടാക്കണം. ബൈബിളിലെ വ്യത്യാസമുണ്ട്. അതുവരെ മലയാള അക്ഷരങ്ങൾക്ക് ചതുരവടിവാണ്. ചതുരവടിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിനാണ് ഇവിടെ ഒന്ന് എഴുതി കാണിക്കാൻ ശ്രദ്ധിക്കുള്ള. സമ്മേളനം എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പാകത്തിന് എഴുതാം. ഇതാ ഇങ്ങനെ സാ, നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പി വായിച്ചോണം. ഇതാ ഇങ്ങനെ, ഇങ്ങനെ സാ, ചതുരമുള്ള അക്ഷരം. ബെയ്ലി അവനെ ഉരുട്ടി ഇതാണ്ട് ഇങ്ങനാക്കി ഇങ്ങനെ വരുത്തി. ഇതാ നമ്മളിന്നെഴുതുന്ന ഈ വട്ടെഴുത്തില്ലേ, ഈ ചുരുട്ടി പിടിച്ചുള്ള എഴുത്തില്ലേ. കാരണം നമുക്കിങ്ങനെ വളച്ച് തരണമെന്ന് പുള്ളിക്ക് തോന്നാൻ കാരണം നമ്മൾ ഏതാണ്ട് ഒരു പ്രത്യേക ടൈപ്പാണെന്ന് മനസ്സിലായി കാണും. ഇതിന് ശേഷം എഴുത്ത് എളുപ്പമായി. ഓക്കെ, ഇതിന് ശേഷം ആ എഴുത്തിങ്ങനായി. അപ്പം ലിപിയുടെ പരിഷ്കരണം ആരാ വരുത്തിയത്? ബെഞ്ചമിൻ ബെയ്ലി. ലിപിയുടെ പരിഷ്കരണം ഇവിടെ നടത്തുമ്പോൾ ബെയ്ലി ഒരു പണി ചെയ്തു. ബെയ്ലി ചെയ്തത് ഈ ബൈബിളിന് പരിഭാഷ ഉണ്ടാക്കാൻ ഒരു 3 പേരെ
പണം കൊടുത്ത് തിരഞ്ഞെടുത്തു. അത് 2 പേര് രാജ്യത്തിലെ ഹൈന്ദവ സഹോദരന്മാരായിരുന്നു. ഇനി ഒരാൾ കൊച്ചിയിൽ സ്ഥിരതാമസക്കാരനായ മോസസ് ഇസാർഫദി എന്നറിയപ്പെടുന്ന ഒരു യഹൂദൻ. അയാൾക്ക് ഹീബ്രു അറിയാം, ഗ്രീക്ക് അറിയാം, ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, വലിയൊരു പണ്ഡിതൻ. അദ്ദേഹത്തെ കൊണ്ടുവന്നു. ചാത്തുമേനോൻ എന്നറിയപ്പെടുന്ന ഒരു തറവാടിയായ നായരെ കൊണ്ടുവന്നു. വൈദ്യനാഥ അയ്യർ എന്നറിയപ്പെടുന്ന ഒരു സംസ്കൃത പണ്ഡിതനെ കൊണ്ടുവന്നു. ഈ 3 പേരും ചേർന്ന ഇന്നുള്ള അളവിലേക്ക് ബൈബിൾ കിട്ടാനുള്ള ആദ്യ പരിശ്രമം നടത്തി. ഇതിനകത്തൊന്നും ഒറ്റ കത്തോലിക്കനുമില്ല, ഒറ്റ പെന്തിക്കോസുകാരനുമില്ല. എന്തിനാ വേർതിരിച്ച് പറയുന്നത്? ഒറ്റ ക്രിസ്ത്യാനിയില്ല. ഈ 3 പേര്. മനസ്സിലായോ? എന്താ നമ്മുടെ ഈ തരാഞ്ഞേ? നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ നമ്മളിതൊരു പരുവമാക്കുമെന്ന് സായിപ്പിന് മനസ്സിലായി. അച്ഛന്മാരെ കൊടുത്താൽ കുഞ്ഞാടുകളെ ഈ ഒരു ടൈപ്പിൽ പോകും. അപ്പോൾ നമ്മുടെ ഈ തന്നാലോ? നമ്മുടെ ഈ തന്നാൽ ഉൽപ്പത്തി 1:1 പെന്തിക്കോസ് പരിഭാഷയിൽ എങ്ങനെ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദിയുടേതായിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ആകാശവും സൃഷ്ടിക്കുവാൻ തക്കനിടയായി തീർന്നുകൊണ്ടിരിക്കുന്നതായ അവൻ സ്തോത്രം, ഗ്ലോറി, പ്രൈസ് ലോർഡ്, ഇങ്ങനെ നമ്മൾ പരിഭാഷപ്പെടുത്തി വെക്കുമെന്ന് സാഹിബിന് പിടികിട്ടി. ആദിയുടേതായിരിക്കുന്നതായിട്ടുള്ളതായ കാലയളവിൽ ദൈവം തമ്പുരാൻ ആകാശവും സൃഷ്ടിക്കുവാൻ ഇടയാക്കി തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ കുത്തുമില്ല, പുള്ളിയില്ല, വള്ളിയില്ല, തീരുമാനമില്ല, ഈ രൂപത്തിൽ പോകുന്നു. സാഹിബിന് പണ്ടേ മനസ്സിലായി. അതിനെ അക്ഷരം പഠിച്ച ചുണക്കുട്ടന്മാരെ, നല്ല തറവാടികളെ, നല്ല സംസ്കൃത ഭാഷാ പണ്ഡിതന്മാരെ, നല്ല മലയാളം അറിയാവുന്ന കക്ഷികളെ രംഗത്തിറക്കി. അതിൽ ഈ ചാത്തുമേനോനെ പറ്റി ഒരു വാക്ക് പറയാനുണ്ട്. ഒരു വാക്ക് പറയുമ്പോൾ ആദ്യം കേട്ടു, പിൽക്കാലത്ത് കോട്ടയം ജില്ലയുടെ കളക്ടറായ മനുഷ്യനല്ല, നിസാര പുള്ളിയല്ല. മനസ്സിലായോ? അത്രയും വലിയ പുള്ളിയാ ചാത്തുമേനോൻ. മലയാളം, സംസ്കൃതം, തമിഴ്, ഇംഗ്ലീഷ് ഇതിലെല്ലാം ഭയങ്കര ജ്ഞാനി, അറിയാവുന്നല്ല പണ്ഡിതൻ. ഈ നമ്മൾ ക്രൈസ്തവരുടെ ഇടയിലൊക്കെ ഇങ്ങനെ പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ് സംസ്കൃത വാക്കുകൾ കൊണ്ട് പെരുമാറുന്ന കക്ഷികളുണ്ട്. വിശ്വസിക്കരുത്. എല്ലാം കയ്യാല കെട്ടി പോവാ. അതായത് ആമ്പിള്ളാർ എഴുതി വെച്ചതിൻ്റെ പുറത്തുകൂടെ ഒരു കയ്യാല കെട്ടി പോയിട്ട് പറയുക എന്ന മട്ടെന്ന്. പിടികിട്ടിയോ? ശേ, എന്താ ഈ ഉപദേശി പറയുന്നല്ലേ? പറയാം. ഞാൻ ഒരു സഹോദരനോട് ചോദിച്ചു, ഒരു പാട്ടിനകത്തുണ്ട്, മണവറയ്ക്കടുത്ത് നീയണയും സമയത്ത് ശ്രീമഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ സ്വർഗ കാമിനീഗണം അമിത കുതുകമോടാതരാലരികെ വരും തവ കൈകളിൽ കാന്തൻ പിടിക്കും മോദവാൻ. ഭംഗിയുള്ള ഈ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, മോനെ ഈ സ്വർഗത്തിലെവിടാ കുഞ്ഞെ കാമിനി? ബൈബിളിലെ സ്വർഗത്തിൽ കാമിനി ഇല്ല. എന്താ കാമിനി? സ്ത്രീയെന്ന്. മനസ്സിലായോ? ബൈബിളിലെ സ്വർഗത്തിൽ കാമിനി ഇല്ല. പിന്നെ പുരുഷനേ ഉള്ളൂ? പുരുഷനും ഇല്ലെന്നും, പുരുഷനും സ്ത്രീയും അവിടെ ഇല്ലെന്നും. പിന്നെ ആരാ ഉള്ളത്? ക്രിസ്തുയേശുവിൽ സ്ത്രീയും പുരുഷനും ഇല്ലെന്നും. ദൂതതുല്യരായി തീരുമെന്നാണ് നമ്മൾ, ദൂതതുല്യർ. അപ്പോൾ കാമിനി ഇല്ല. പണ്ട് പറഞ്ഞ അച്ഛാ സംസ്കൃതം ഇങ്ങനെ അങ്ങനെ, അതിന് എൻ്റെ നേരെ മെക്കിട്ട് കയറുക. ഈ പൊട്ടത്തെറ്റെല്ലാം എഴുതി വെച്ചിട്ട് നിങ്ങൾ പാട്ട് പാടുമ്പോൾ അതിനകത്ത് ഈ സംഭവമൊക്കെ ഉണ്ടോ നോക്കണം, ബൈബിൾ കൃത്യമാണോ നോക്കണം, ഉള്ളടക്കം കറക്റ്റാണോ നോക്കണം. അല്ല വേണ്ടേ? മാത്രമല്ല പഴയ പല പാട്ടും ഇന്നത്തെ ഈ പിള്ളേരെയൊക്കെ കളിയാക്കിയിട്ട് ആൾ പറയാറുണ്ട്, ഇപ്പോഴത്തെ പാട്ട് എന്തിനു കൊള്ളാം, കുറേ അങ്ങനെ ശരിയാ. എന്നാൽ പണ്ടും ബിരുദന്മാർ അല്ല അന്തസ്സായിട്ട് സിനിമാ ടൂണ് കോപ്പി അടിച്ചു. എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ ഒന്നും. എന്തൊരു നല്ല പാട്ടാ. എവിടുന്ന വന്നറിയോ? ചിരിച്ചെന്നെ മയക്കിയ മിടിക്ക് പെണ്ണെ. ഇതിൽ നിന്ന് കോപ്പി അടിച്ച ആശാൻ ഒരു ആൽബം കൊടുത്തല്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഉപദേശി സിനിമാ പാട്ടൊക്കെ ഞാൻ കേൾക്കുന്നു. എനിക്ക് ചില ക്രിസ്തീയ ഗാനങ്ങളെക്കാൾ ഇഷ്ടം നല്ല സിനിമാ ഗാനങ്ങളാണ്. എന്നോട് ചോദിക്കുക ജീവിതത്തിൽ ഏറ്റവും സന്തോഷിപ്പിച്ച ഗാനം ഏതാ? ഞാൻ പറയും അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളൊരു പാട്ട് കേട്ടിട്ടില്ല. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഗുലുമാലെന്ന്. എന്തൊരു ചിന്തയാണ്. എനിക്ക് തോന്നുന്നു ആത്മാവിലാണ് പുള്ളി എഴുതിയെന്ന്. എന്തൊരു കാഴ്ചപ്പാടാണ് പുള്ളിക്ക്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാന്ന് കാര്യം. അപ്പോൾ നമ്മുടെ ചാത്തുമേനോനെന്ന പണ്ഡിത ശ്രേഷ്ഠൻ ഈ മലയാള പദങ്ങൾ കൊണ്ട് അമ്മാനമാട്ടുക, അക്ഷരങ്ങൾ കൊണ്ടുള്ള വലിയ പ്രക്ഷോഭം നടത്തുന്ന മനുഷ്യനായിരുന്നെന്ന് മനസ്സിലായില്ലേ?
അല്ല, നമ്മളൊക്കെ ഇതിൻ്റെ പുറകെ പോയിട്ട് ഇയാൾ ഉണ്ടാക്കി വെച്ച, എത്രക്കാരുണ്ടാക്കി വെച്ച ആ പാട്ടിൻ്റെ മീതേക്കൂടെ കയ്യാലെ കെട്ടിയിട്ട് പറയുക ക്ലാസിക്കലാന്ന്. ഹ്യൂമാരി മനസ്സിൽ വെച്ചാൽ അത് ക്ലാസിക്കലൊന്നും അല്ലത്, സെമിയാന്ന് വേണേൽ പറഞ്ഞു, സമ്മതിക്കാം. അപ്പോഴേ ഈ ചാത്തുമേനോനെന്ന് പറഞ്ഞ കക്ഷി ഉണ്ണായി വാര്യരുടെ കൃതികളിൽ, മഴമംഗലത്തിൻ്റെ കൃതികളിൽ, അതുപോലെ അക്കാലഘട്ടത്തിലെ പ്രമുഖന്മാരായ പല ചിന്തകന്മാരുടെ കൃതികൾ, അക്ഷര ശ്ലോകം, ഇതിലൊക്കെ അവഗാഹമുള്ളൊരു മനുഷ്യനായിരുന്നു. മണിക്കൂറുകൾ നമ്മളിൽ പല ആളുകളും ധരിച്ചിരിക്കുന്ന ഈ ക്രിസ്തീയ ഗാനത്തിനകത്ത് 2 കഠിനപദങ്ങൾ വെച്ചിട്ട് അതെന്തോ സംഭവമാണെന്ന് ആളുകൾ ധരിച്ചിട്ടുണ്ട്. അല്ല, ഈ പദങ്ങളെടുത്തിട്ട് അമ്മാനമാടുന്ന കുഞ്ചൻ നമ്പ്യാർ വർദ്ധിതതരതവള ഹിമാചല സന്നിവതുംഗ ശരീരൻ നെടുതാകിന കൊടിമരമെന്ന കണക്ക് തടിച്ചൊരു വാലും തുടൂറ നയനങ്ങളും അമ്പൊടു ചെമ്പ് കിടാരം പോലെ ചടുലസ്ഫുട സടകളും ഇടകലരുന്ന ഭയങ്കര മുഖവും പരികത്തൊടു പടപുരുതീടിന പൃഥുതര കരദണ്ഡയുഗം നഗര നികായവും ഉൾക്കട ഖണ്ഡമകുണ്ടം ഗിരിവര സമമാകിന പർവ്വതമുദരമുദാരം കിലോമീറ്റർ കണക്ക് എഴുതി വെച്ചിരിക്കുക. അന്നേരം 2 പ്രാസം അടിച്ചു പറയുക, അച്ഛാ ക്ലാസിക്കലാ, ചുമ്മാ കൈ വെച്ചു, പോക്കറ്റ് വെച്ചു, ക്ലാസിക്കൽ. എന്തായിരുന്നു നമ്മുടെ ഉണ്ണായി വാര്യരുടെ ഭാഷാ പ്രപഞ്ചം? പ്രീതിപ്രദേശമൃതവർണ്ണ രാജേ സ്ഫീതപ്രകാശേ നിഷത ഔഷധീശേ നിതാന്തശാന്തേ തതി ആവിരാസി ദ്വന്ദ്വാമയ വാക്മയ കൗമുദീയം അതിചണ്ഡ രിപുഷണ്ഡകള കണ്ഡന പണ്ഡിത ഭുജദണ്ഡ കലദണ്ഡധര പീർത്തു ജന കീർത്തി മാന്യനള പാർത്ഥിവോത്തമ സൽകീർത്തികൾ കേട്ടേൻ ഓർത്തവനുടൽ കൂർത്ത മൂർത്തം ഗജാസ്ത്രമേറ്റു നിർത്തുടൻ നെടുതായി വീർത്തു ഞാൻ ആർത്തയായേൻ. ഇങ്ങനെ പോവാന്ന് മണിക്കൂറുകൾ. ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കി വെച്ച മഹാപണ്ഡിതനെയാ സായിപ്പ് കണ്ടുപിടിച്ച്. നമ്മൾ ഇത്ര നാൾ കണ്ടുപിടിച്ചിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചവനെ കണ്ടുപിടിച്ചിട്ട് പറയാ മഹാകവി. മനസ്സിലായോ? ചുമ്മാ കളിക്കാതെ, ഒന്നും മഹാകവിയൊന്നുമില്ല. പോട്ടെ, ഞാൻ ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ചില കാര്യങ്ങൾ ഈ അല്പത്തരം കാണിക്കുക കൊണ്ട് പറഞ്ഞാണ്. പോട്ടെ, നീട്ടണില്ല. അവിടെ ഈ ചാത്തുമേനോൻ പരിഭാഷ തുടങ്ങുമ്പോൾ ഇയാൾ വലിയൊരു ഭക്തനായിരുന്നു. നിങ്ങൾക്ക് കേൾക്കണോ സഹോദരങ്ങളെ? അദ്ദേഹം പ്രാർത്ഥിക്കും, ഭാരതി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നണം എന്നൊക്കെ പറഞ്ഞ് സരസ്വതി പൂജ നടത്തി കുളിച്ചു ശുദ്ധനായി ചന്ദനക്കുറി അണിഞ്ഞ് തുളസിക്കതിർ വെച്ച് അങ്ങനെ ഇരുന്ന ഈ ബൈബിള് പരിഭാഷപ്പെടുത്തിയെന്ന് പിടികിട്ടിയോ? ഭക്തി. അങ്ങനെ പരിഭാഷപ്പെടുത്തുന്ന ഈ മനുഷ്യന് യേശുവിനോടും ഭയങ്കര സ്നേഹം. അദ്ദേഹം വിളിച്ചു ക്രിസ്തു ഭഗവാൻ. ക്രിസ്തു ഭഗവാനെ എനിക്കിഷ്ടമാണ്. ക്രിസ്തു ഭഗവാനോട് ആർക്കും വെറുപ്പില്ലെന്ന്. ഞാനൊരു നിരീശ്വരനെ വിളിച്ചിട്ട് ചോദിച്ചു, സുഹൃത്തെ സത്യസന്ധമായിട്ട് സംസാരിക്കണം, ഒരു ദൈവം ഉണ്ടെന്ന് കരുതുക, ആ ദൈവത്തിൻ്റെ യോഗ്യതകളെല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യനുണ്ടെന്ന് കരുതുക, അങ്ങനെയെങ്കിൽ ആരാണ് ദൈവം? അദ്ദേഹം പറഞ്ഞ അത് ജീസസ് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്താ കാര്യം? അവനിൽ ഞാൻ ഒരു ഊനവും കാണുന്നില്ല, ഒരു കുറവും കാണുന്നില്ല, ഒരു കുഴപ്പവും കാണുന്നില്ല, എടുത്തു പറയാൻ ഒരപാകതയും കാണുന്നില്ല. ഞാൻ ആ വഴി വരാം. അപ്പോഴേ ചാത്തുമേനോൻ ബൈബിൾ പരിഭാഷപ്പെടുത്തി വരുമ്പോൾ അദ്ദേഹം വിശ്വസിച്ചു യേശുവും ഒരു ദൈവമാണ്, യേശു നല്ല സ്നേഹമുള്ള ഒരു പ്രവാചകനാണ്. അങ്ങനെ പരിഭാഷപ്പെടുത്തി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെത്തി. കൊലോസ്യ ലേഖനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചാത്തുമേനോനെ വട്ടം ചുഴറ്റിക്കറക്കി നിലത്തടിക്കുന്ന ഒരു വചനം. യേശുവിനെക്കുറിച്ച് പൗലോസ്ലീഹ കൊലോസ്യരെ പഠിപ്പിക്കുക. എന്താ പഠിപ്പിച്ച്? കൊലോസ്യർക്കൊരു സംശയം, യേശു ആരാ? അല്ലോ കൊലോസ്യക്കാരെ, ആരാണ് യേശു? പൗലോസ് പറഞ്ഞു കൊടുത്തു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സർവസൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരമുള്ളവായി. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഈ വചനം അങ്ങോട്ട് വായിച്ചു. ചാത്തുമേനോൻ ആർത്തിയോട് ഇത് പരിഭാഷപ്പെടുത്താൻ അങ്ങോട്ട് തയ്യാറാക്കി തൂലികയെടുത്തു. എത്ര എഴുതിയിട്ടും ആശയ ഗാംഭീര്യത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നില്ല. പല വാക്കുകൾ എഴുതി ശീലമുള്ള മനുഷ്യൻ
നൂറ് പരിഭാഷക്ക് ത്രാണിയുള്ള മനുഷ്യൻ. പക്ഷേ ഈ വചനം എഴുതാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് ആശയം കിട്ടുന്നില്ല, എങ്ങനെ പരിഭാഷപ്പെടുത്തണം. ഒടുക്കം പറഞ്ഞു, അല്ലയോ ക്രിസ്തു ഭഗവാനെ, അങ്ങയെക്കുറിച്ചുള്ള ഈ വാക്കിൻ്റെ പൊരുൾ എനിക്കൊന്ന് എഴുതി തീർക്കാൻ കൃപ തരണമേ. ആ പ്രാർത്ഥന അർത്ഥവത്തായി. ആ വചനം എഴുതി തീരുമ്പോഴേക്കും ചാത്തുമേനോൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമം, അത് യേശുവിൻ്റെ നാമമാണ്. ചാത്തുമേനോൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മെൻ്ററായ ജോസഫൻ എന്ന ആളിൻ്റെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, എന്നെ മൂക്കണം. എൻ്റെ മനസ്സിന് വലിയ സങ്കടം. യേശുവിൻ്റെ രക്ഷകനാണ്, യേശുവിൻ്റെ കർത്താവാണ്. ഞാൻ വിഗ്രഹാരാധന വിടുന്നു, ഞാൻ തിന്മകളോട് വിട പറയുന്നു. ഇന്നു മുതൽ യേശുവിൻ്റെ രക്ഷകനാണ്. ജോസഫൻ പിടിച്ച് വെള്ളത്തിൽ മുക്കിയില്ല. ഫെൻ പറഞ്ഞു, നിൻ്റെ ആവേശം കൊണ്ട് നീ വന്നതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ യു ലേൺ വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി. നീ ഒരു പണ്ഡിതനാ, ക്രിസ്ത്യാനിറ്റിയെ പറ്റി പഠിക്കുക. എന്നിട്ട് 1 വർഷം എടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നിനക്ക് തിരിച്ചു പോകാൻ എപ്പോൾ തോന്നിയാലും പോകണം. നിനക്കുള്ള ഉദാരത വേണോ? 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കൈക്കൊണ്ട് ഒരു പുതുമനുഷ്യനായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ പേര് തൻ്റെ ഗുരുവിൻ്റെ പേരിനെ ആസ്പദമാക്കി ജോസഫ് ഫെൻ എന്ന പേര് സ്വീകരിച്ചു. ഈ ഫെൻ കുടുംബം ഇപ്പോഴും ഈ പാമ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട്. ഞാനിത് പ്രസംഗിക്കുന്നവരൊക്കെ കേട്ടിട്ട് അതിലെ പല പ്രമുഖരും എന്നെ വിളിച്ചു, കുടുംബയോഗത്തിലേക്കൊക്കെ ചർച്ചയ്ക്ക് പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അങ്ങനെ ശുദ്ധ നായരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ നോക്കിപ്പോക്കി. ആ ചാത്തുമേനോൻ്റെ പിന്മുറക്കാരാണ് പേരിനൊപ്പം പിള്ള എന്ന് പേരുള്ള ക്രിസ്ത്യാനികൾ. ചാക്കോ പിള്ള, പൈലിപ്പിള്ള, തൊമ്മൻ പിള്ള, കുഞ്ഞൻ പിള്ള. കേൾക്കുമ്പോൾ ഓർത്തോളണം, നായരെ മുക്കി, മേനവനെ മുക്കി. ഇതാണ് സംഭവം. പിഴകിട്ടിയോ? അല്ല, ഇത് കാശ് കൊടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ അറിയാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ മുക്കുന്ന വഴിക്കൊന്നും ആർക്കും കാശ് കൊടുക്കാറില്ല. അല്പം കാശ് ഇങ്ങോട്ട് കിട്ടും. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, വണ്ടിക്കൂലിയാണ്. മുഖ്യ മനുഷ്യൻ ഞങ്ങൾ കരയ്ക്ക് കയറി വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് അവൻ തോർത്തിയിട്ട് ഓടിക്കൊണ്ട് വണ്ടിക്കൂലി തരും. നിങ്ങളോട് ഇന്നുവരെ പറയാത്ത രഹസ്യമാണ്. അങ്ങനെ പണം കൊടുത്തൊന്നും മാറ്റേണ്ട ഗതികേട് ക്രിസ്ത്യാനിത്വത്തിൻ്റെ 2000 വർഷത്തെ ചരിത്രത്തിലില്ല. ഇന്ത്യ മഹാരാജ്യത്തിൽ എന്നല്ല, ലോകത്തെവിടെ ഉണ്ടായിട്ടില്ല. ലോകത്തെങ്ങും അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന വിഷയത്തിൻ്റെ യുണീക്ക്നെസ് ഇല്ലേ, അതിൻ്റെ മാത്രം വ്യതിരിക്തതയില്ലേ, അതിൻ്റെ മഹത്വമില്ലേ, അതിൻ്റെ മാനവികതയില്ലേ, അതിൻ്റെ ദാർശനിക ആഴമില്ലേ, അതിനോട് കിടപിടിക്കത്തക്ക മറ്റൊരു തത്വചിന്തയുമായിട്ട് വാ. ആ ചിന്ത വെച്ചിട്ട് വേദികളിൽ വന്നതിൻ്റെ ഗുണം പ്രസംഗിക്ക്, അതിൻ്റെ മഹത്വം പ്രസംഗിക്ക്. ആ മഹത്വത്തോട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏത് മെഴുതിരി വെളിച്ചത്തിൻ്റെ മുമ്പിലും, ഏത് നിലാ വെളിച്ചത്തിൻ്റെ മുമ്പിലും, ഏത് മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടങ്ങൾക്കപ്പുറത്തും ജ്വലിച്ചു നിൽക്കുന്ന നീതി സൂര്യൻ്റെ ഉദയം. ആ ഉദയത്തിൻ്റെ പേരാ യേശു ക്രിസ്തു. അവതരിപ്പിക്കുന്ന രക്ഷയുടെ പേരാ സുവിശേഷം. അത് കരഗതമാക്കാൻ ഈ രാത്രി നിങ്ങൾക്ക് കിട്ടിയ ഒടുവിൽ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ വലിയ രക്ഷ അവഗണിച്ച് കളയരുത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന വചനത്തെ ഞാനന്ന് വിശകലനം ചെയ്യാൻ പോകുകയാണ്. സഹൃദയരെ, കേരള ചരിത്രത്തിൽ ഈ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കലാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, പഠനകേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, അക്ഷരവും അപ്പവും വിലക്കപ്പെട്ട നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾക്ക് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലേക്ക് നടന്നെടുക്കാൻ വഴിയൊരുക്കിക്കൊണ്ട് ഈ കേരളത്തെ ഇന്നായിരിക്കുന്ന അളവിലേക്ക് പരിഷ്കരിച്ചത് ഈ ബൈബിളും അത് പ്രസംഗിച്ച സുവിശേഷകരുമാണ്. ഈ സുവിശേഷമാണ് കേരളക്കരയ്ക്ക് ആധുനികതയുടെ മുഖം നൽകിയത്. അത് ഓരോന്നും തൊട്ടുണർത്തി പറയേണ്ട ആവശ്യകതയുണ്ട്. തുടർന്ന് ബൈബിൾ കൂടി വിശദീകരിച്ചു പോകേണ്ട ഒരു സാങ്കേതികമായ ആവശ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതുകൊണ്ട് അത്തരമൊരു കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ക്രൂശിൻ്റെ വചനം എന്തത്? ക്രൂശ് എന്ന മലയാള പദം ഉണ്ടായത് ക്രോസ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. ഹോളി ക്രോസ്, സാന്റാ ക്രോസ്, സാന്റ അത് ലാറ്റിനാണ് ആ വേർഡ്. സാന്റാ ക്രൂസ് ആൻഡ് ക്രോസ് മലയാളത്തിൽ കുരിശ്. ഇതിൻ്റെ ഗ്രീക്ക് ടേം വളരെ രസവഹമാണ്. സ്റ്റാവുറോസ് എന്നാണ്.
കുരിശ് എന്നതിൻ്റെ ഗ്രീക്ക് ശബ്ദം സ്റ്റൗറോസ്. സ്റ്റൗറോസിൻ്റെ ശരി പരിഭാഷ ദണ്ഡന സ്തംഭം എന്നാണ്, ദണ്ഡനത്തടി. ഈ ക്രൂശ് എന്നത് ലംബവും തിരശ്ചീനവുമായ രണ്ട് മരത്തടികൾ, ലംബമായി കുത്തി നിർത്തിയിരിക്കുന്ന ആ തടിക്കൊരു പേര് പറയും സിംപ്ലക്സ് എന്നാണ്. സിംപ്ലക്സ് ഇത് ലാറ്റിൻ വേർഡാണ്, റോമക്കാരൻ്റെ. വിലങ്ങനെയുള്ള തടിക്കൊരു പേര് പറയും, അത് പാറ്റിബുലം എന്നാണ്. PATIBULAM, പാറ്റിബുലം. ക്രൂശുമരണത്തിൻ്റെ പൊരുളും ക്രൂശിൻ്റെ വചനവുമാണ് സുവിശേഷത്തിൻ്റെ സംക്ഷിപ്തം. കുരിശുമരണമെന്നൊരാശയം, ആ ഒരു പ്രയോഗം, കുരിശ് എന്നൊരു വാക്കുപോലും മുഴുവൻ പഴയ നിയമത്തിലും ഇല്ല. പഴയ നിയമം മുഴുവൻ നിങ്ങൾ പരതിയാൽ ക്രൂശുമരണം എന്നൊരു പദം ഇല്ല. പഴയ നിയമത്തിൽ ശിക്ഷണ നടപടിയുടെ ഭാഗമാക്കി കൊടുക്കുന്ന മരണമുണ്ടല്ലോ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതിൻ്റെ 4 രൂപങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. കുറ്റവാളിയെ കല്ലെറിഞ്ഞു കൊല്ലണം, സ്റ്റോണിങ് എന്ന് പറയും. കുറ്റവാളിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം, സ്ട്രാംഗ്ലിംഗ് എന്ന് പറയും. കുറ്റവാളിയെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊല്ലണം, സോഡിങ് ഓർ ബിഹഡിങ് എന്ന് പറയും. അവസാനത്തെ ശിക്ഷണ രൂപം കുറ്റവാളിയെ തൂക്കിലേറ്റണം, ഹാങ്ങിങ്. ഞാൻ ആവർത്തിക്കുന്നു, സ്റ്റോണിങ് അഥവാ കല്ലേറ്, ബിഹഡിങ് അഥവാ തലയെറുക്കൽ, സ്ട്രാംഗ്ലിംഗ് അഥവാ ഞെരുക്കിക്കൊല, ആൻഡ് ഹാങ്ങിങ് അഥവാ തൂക്കിലേറ്റം. ദർ ഇസ് നോ വേഡ് ക്രൂസിഫിക്ഷൻ ഇൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പഴയ നിയമത്തിലില്ല. പക്ഷെങ്കിൽ ക്രൂശുമരണത്തെക്കുറിച്ചുള്ള സമൃദ്ധമായ പരോക്ഷ സൂചനകൾ പഴയ നിയമത്തിലുണ്ട്. എന്താ പഴയ നിയമത്തിൽ ഇല്ലാത്തതെന്നറിയണ്ടേ? പഴയ നിയമകാലത്ത് ആരെയും ക്രൂശിച്ചിട്ടുമില്ല, കൊന്നിട്ടുമില്ല, ക്രൂശുമില്ലെന്ന്. ഈ ശിക്ഷണ രീതി പഴയ നിയമവും എഴുതി 100 കൊല്ലം കൂടി കഴിഞ്ഞ് മാത്രം രൂപപ്പെടുന്നതാണ്. കൃത്യം പറഞ്ഞാൽ ക്രിസ്തുവിന് 300 സംവത്സരങ്ങൾക്കപ്പുറത്ത് ഫിനീഷ്യർ എന്നറിയപ്പെടുന്ന ജനത തുടങ്ങി വെച്ചതാണ് ക്രൂശുമരണം. ഫിനീഷ്യരുടെ ഈ ശിക്ഷണ രീതി പേർഷ്യക്കാരും, ഇന്നലെ പറഞ്ഞ പാർസികൾ, അവരും അവർക്ക് ശേഷം അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ സമൂഹമായ ഗ്രീക്കുകാരും, പിന്നീട് നമ്മളെല്ലാം അറിയുന്ന യേശുവിൻ്റെ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ച, ലോകം ഭരിച്ച റോമക്കാരും അഡോപ്റ്റ് ചെയ്തു, പകർത്തിയെടുത്തു. ക്രൂശുമരണത്തിനൊരു നിയമമുണ്ട്. ആ നിയമം എന്തെന്നറിയണ്ടേ? ക്രൂശിക്കപ്പെട്ടവൻ്റെ ശരീരം നിലത്തിറക്കി കിടത്തരുത്, കുഴിവെട്ടി അടക്കരുത്. കാരണം ഭൂമി റോമക്കാർക്കു ദേവതയാണ്, അല്ലെങ്കിൽ ദേവനാണ്. അവരുടെ ദേവനെ ആക്ഷേപിക്കുന്നതിന് കാരണമാകും ഹതഭാഗ്യനെ, ഈ നിരാശനെ, ഈ കൊള്ളരുതാത്തവനെ, കുറ്റവാളിയെ. ഇയാളെ ഇതിനകത്തടക്കാൻ പാടില്ല. പിന്നെന്ത് ചെയ്യും? കത്തിച്ചു കളഞ്ഞാലോ? ക്രീമേഷൻ പാടില്ല. അത് പേർഷ്യക്കാരെ അവഹേളിക്കലാകും. പേർഷ്യക്കാർ അഗ്നിയുടെ ദേവനായ അഹൂരമസ്തയെ വർഷിപ്പ് ചെയ്യുന്നത് അഗ്നി സാന്നിധ്യത്തിലാണ്. അഗ്നിദേവൻ്റെ സാന്നിധ്യം വഹിക്കുന്നു. അതുകൊണ്ട് തീക്കൊള്ളിൽ ദഹിപ്പിച്ചുകൂടാ. കൊടും കുറ്റവാളി, നീചൻ, അയാളെ തീക്കുള്ളിൽ കരിച്ച് ദഹിപ്പിച്ച് കളയരുത്. പിന്നെന്ത് ചെയ്യാം? കടലിൽ ഒഴുക്കിയാലോ? കടൽ ദേവതയാണ്, അവിടെ കൊണ്ടിടുന്നത് അപമാനമാണ്. പിന്നെന്ത് ചെയ്യും? പറയാം. ക്രൂശിക്കപ്പെട്ടവന്റെ ശവശരീരം ക്രൂശിൽ തന്നെ കിടക്കണം. ആ ശവശരീരം രാത്രിയിലെ കൊടിയ തണുപ്പനുഭവിക്കണം.
ആ ശവശരീരം പകലിലെ കനത്ത ചൂടനുഭവിക്കണം. ചൂടും തണുപ്പും അനുഭവിച്ച് ഉണങ്ങിക്കരിഞ്ഞ് ഈ ശവശരീരം കൊത്തിപ്പറിക്കാൻ കഴുകനും കാക്കയും അങ്ങനെ ആകാശത്തിലെ പറവകൾ വരും. കൊത്തിപ്പറിക്കും വഴിക്ക് കണ്ണുകൾ അടർന്നു വീഴും. ഉദരം കൊത്തിത്തുരക്കുമ്പോൾ കുടൽമാലകത്തെറിച്ചു വീഴും. ആന്തരിക അവയവങ്ങൾ മാംസത്തുണ്ടുകൾ താഴെ വീഴും. അത് കടിച്ചു വലിക്കാൻ നായ്ക്കളും കുറുക്കനും ഒക്കെ താഴെ വരും. വൃത്തിഹീനം, ദുർഗന്ധപൂരിതം, അസഹനീയം. ആ കുറ്റവാളിയുടെ കുറ്റകൃത്യങ്ങൾ ആളുകൾ കാണെ 3 ഭാഷകളിൽ വ്യക്തമായി എഴുതി വെക്കണം. 3 ഭാഷകൾ. ഒന്ന്, ആ നാടിൻ്റെ ലോക്കൽ ഭാഷ, പ്രാദേശിക ഭാഷ. 2, ആ നാടിൻ്റെ ഔദ്യോഗിക ഭാഷ. 3, ലോകം മുഴുവൻ സംസാരിക്കുന്നൊരു ഭാഷയുണ്ടെങ്കിൽ അതും. എന്ന് വെച്ചാൽ നമ്മളിത് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും പോലെ റെയിൽവേ സ്റ്റേഷനിൽ 3 ഭാഷ കാണാം. എന്തിനാണ്? തൊട്ടടുത്ത കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോടെന്ന് ഇംഗ്ലീഷിലുണ്ട്. എന്തിനാണ്? സായിപ്പേ തെറ്റരുത് നിനക്ക് വായിക്കാനാ. എന്തിനാ ഹിന്ദി? ഭായിമാർക്ക് വായിക്കാനാ. ഇതാ കോഴിക്കോട്. എന്തിനാ മലയാളം? നമുക്ക് വായിക്കാനാ. എന്തിനാ യേശുവിൻ്റെ ക്രൂശിൽ 3 മേലെടുത്ത്? അരാമിക്ക്. അല്ലയോ ജൂതന്മാരെ, നീ വായിക്കണം, രാജാവ് കിടക്കുന്നു. എന്തിനാ ലാറ്റിൻ? അല്ലയോ റോമക്കാരെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്നത് ക്രിസ്തുവിനെയാണ്, നീ വായിച്ചോണം. എന്തിനാ ഗ്രീക്ക്? പറയാം. ഈ ഗ്രീക്ക് ഭാഷ എന്നത് ഇന്ന് ഇംഗ്ലീഷ് പോലെയായിരുന്നു പണ്ട്. ലോകം മൊത്തം അറിയുന്ന ഭാഷ. അതുകൊണ്ടാണ് ഈ വൈദ്യശാസ്ത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുന്ന പകുതിക്കാര്യവും ബൈബിളിലെ വേടുകളാണ് ഗ്രീക്കിൽ. ന്യൂറോയെ കാണാൻ പോയി എന്ന് പറയില്ലേ? ബൈബിളിലുണ്ട് ന്യൂറോ. പിന്നെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് പറയില്ലേ? ഗുനൈ, സ്ത്രീ എന്നർത്ഥം. പീഡിയാട്രീഷ്യനെ കാണാൻ പോയില്ലേ? പൈഡിയ. യേശു പൈഡിയായെ അരികിൽ വിളിച്ചെന്നു. ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്ന ദൈവം. ഗ്രീക്കിൽ കിടക്കുക. എനിക്ക് നിൻ്റെ കാർഡിയ അറിയാം, എനിക്ക് നിൻ്റെ നെഫ്രോണും അറിയാം, ഹൃദയവും കിഡ്നിയൊക്കെ അറിയാമെന്ന്. എന്തേ പറഞ്ഞു വന്നേ? ഗ്രീക്ക് ഭാഷ ലോകം മൊത്തം അറിയാം. തെറ്റിപ്പോകല്. ഇതാണ് ജൂതന്മാരുടെ രാജാവ്, കണ്ടോണമെന്ന്. ഇങ്ങനെ കുറ്റവാളിയുടെ കുറ്റസംഗതി കൂടി എഴുതിയിടണം. ഇത് സംഭവിച്ചത് എൻ്റെയോ നിങ്ങളുടെയോ വീട്ടിലൊരാൾക്കാണ് എങ്കിൽ ആ വാർത്ത നിങ്ങൾ എങ്ങനെ പറയും? മക്കളിരിക്കെ ചെയ്ത് പറയാൻ പറ്റുമോ? കുഞ്ഞേ, പപ്പയെ ക്രൂശിക്കുകയായിരുന്നു കുഞ്ഞേ. എൻ്റെ പപ്പ പിടഞ്ഞു മരിക്കുമ്പോൾ ആ ക്രൂശിൽ അവഹേളിച്ചു. ഈച്ചകൾ പറന്നു വന്ന് മാംസം കൊത്തിപ്പറിക്കാൻ ഒരുമ്പെട്ടു. അഭിമാനം തോന്നും ആർക്കെങ്കിലും. ആ വാർത്ത കുഞ്ഞിൻ്റെ കാതിൽ നിന്ന് മറച്ചു വെക്കും. കാരണം മരണം ഹീനം, ഭീകരം എന്നുള്ള ഏതൊരാളും പ്രാർത്ഥിക്കുന്ന, വയോവൃദ്ധന്മാരൊക്കെ പ്രാർത്ഥിക്കുന്ന എന്തിനാ? അമ്മച്ചിമാർ പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല മരണം. അങ്ങനെ പറയാത്ത ആരുമില്ല. അടുത്ത കാലത്തൊരു അമ്മച്ചി എന്നോട് പറഞ്ഞു, എനിക്കിനി അധികം ആയുസ്സിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കണ്ട, എനിക്ക് നല്ലൊരു മരണം കിട്ടി കർത്താവിൻ്റെ സന്നിധി ചെല്ലണം, പ്രാർത്ഥിക്കാം, എനിക്ക് മരിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, പക്ഷേ അതിന് മുമ്പ് എങ്ങനെ മരിക്കണം ഒന്ന് പറഞ്ഞാട്ടെ. ടിപ്പർ ഇടിച്ചാണോ, ക്യാൻസർ വന്നാണോ, ഷുഗർ കൂടിയാണോ? ഈ വിവരണം കേട്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, അയ്യോ വേണ്ട, പ്രാർത്ഥിക്കുകയേ വേണ്ട. അന്നാ അമ്മച്ചിക്ക് എൻ്റെ ഭീകരത പിടിയിട്ട്. ഉദ്ദേശിച്ചുപോലെ ചില്ലറ കളിയല്ല, മനസ്സിലായോ? മരണം ഭീകരമാണ്, അതിൻ്റെ ഏത് രൂപവും ഭീകരമാണ്. അതിനാ ഇന്നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് കരുതിക്കോണം. അതിനായി യോഗം ഹല്ലേലൂയ ഒരു ചെറിയ നാണയത്തൊട്ട് ഹൃദയപുരസരം നമ്മൾ വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇന്ന് കൊടുത്ത ഔദാര്യമല്ല, നാളെ എനിക്കും നിനക്കും വന്നു ഭവിക്കാനിരിക്കുന്ന വേദനയ്ക്ക് മുൻകൂട്ടി ഒരിക്കൊരാശ്വാസം അവരോട് പക്ഷം ചേരാൻ നമ്മൾ കാട്ടിയ ഒരു താല്പര്യമാണ്. എന്ന് പറഞ്ഞോലെ നമുക്ക് യേശുവിൻ്റെ ക്രൂശിലേക്ക് വരാം. ആരും ഈ ക്രൂശ് മരണത്തിൻ്റെ പരിസരം കണ്ടിട്ടേ അതിനെ പ്രശംസിക്കുകയില്ല. ആ കാര്യം പരാമർശങ്ങളെ നീക്കം ചെയ്യാൻ പറയും.
ഞാൻ ഈ വാർത്തകൾ, ഈ പ്രസംഗരാണല്ലോ ഞങ്ങളൊക്കെ ഉണ്ട്, വാർത്തകൾ സസൂക്ഷ്മം കാണുകയും പരിശോധിക്കുകയും ചെയ്യണമല്ലോ. പക്ഷെ ചില വാർത്തകൾ കാണാറില്ല. വിശേഷിച്ച് കുട്ടികളുടെ മരണവും സ്കൂൾ ബാനിടിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന രംഗം അന്നും കാണാൻ പറ്റില്ല. ഹൃദയത്തിന് വലിയ വേദനയാണ്. അത്തരം വാർത്ത വരുമ്പോൾ ഞാൻ ചാനലങ്ങ് മാറ്റും. അത് കാണാനൊരു ത്രാണിയില്ല. ഭീകരം. ബാഗും ടിഫിൻ ബോക്സും ഒക്കെ ചിതറിക്കിടക്കുന്നു. മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും നീറിപ്പുകയും അത് കാണണ്ട. കാരണം മരണം ഭീകരമാണ്. ഞാനതൊത്തിരി പറയണില്ല. പക്ഷെ ക്രൂശ് മരണം കണ്ടിട്ട് പറയുക, ക്രൂശിൻ്റെ വചനം അത് ശ്രദ്ധിക്കാതെ പോകുന്നവർക്ക്, അത് പരിഗണിക്കാത്തവർക്ക് ഭോഷത്വം. ഞങ്ങൾക്കിത് ദൈവശക്തി. വീണ്ടും അപ്പോസ്തലൻ മാത്രം ഈ ബോർഡ് വായിച്ചവരൊക്കെ പരിഹസിച്ചെങ്കിൽ, കടന്നു പോകുന്നവരൊക്കെ തലയാട്ടി പരിഹസിച്ചെങ്കിൽ, അപ്പോസ്തലൻ പറയാ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഞങ്ങൾക്കിത് പ്രശംസയാണ്. ലോകം മുഴുവൻ പരിഹസിക്കുന്ന ഈ കാര്യം ഞങ്ങൾക്ക് പ്രശംസയാണെന്നോ? ചിലർ ചോദിക്കാറുണ്ട്, ദൈവം മരിക്കുമോ, ദൈവം കരയുമോ, ദൈവം ചാട്ടവാറിന് അടിമേടിക്കുമോ? അപമാനിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഇതേ അടിയും പീഡയും ത്യാഗവുമൊക്കെ സഹിച്ച് പീഡിപ്പിക്കപ്പെടുന്ന ഒരുവനോട് സിമ്പതി തോന്നിയിട്ട് ഞങ്ങളെല്ലാം കൂടെ ദൈവമാക്കിയ ആളല്ല യേശു ക്രിസ്തു. ഇത്രയും പീഡയൊക്കെ കണ്ടപ്പം പോട്ടെ ഞങ്ങളങ്ങ് ദൈവമാക്കി. ആര് പറഞ്ഞു നിൻ്റെ ഇരിക്കൽ? അങ്ങനെ വഴിയേ പോകുന്നവരെല്ലാം ദൈവമാക്കുന്ന പണിയില്ല നമുക്ക്. പിന്നെ എങ്ങനെ അവൻ ദൈവമായത്? പറയാം. അവിടുത്തെ ആ കരച്ചിലിൻ്റെ സ്പന്ദനം വരെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ക്രൂശിൽ അലറിക്കരയുമ്പോൾ ആ കരച്ചിൽ അന്ന് ആദ്യം ഉടലെടുത്തതല്ല. ക്രിസ്തുവിനായിരത്താണ്ടപ്പുറത്ത് ദാവീദ് രാജാവ് ആത്മാവിൽ പ്രവചിച്ചു ഈ പാട്ട്. പോയി വായിച്ചു. സങ്കീർത്തനം 22 റബറിന് സുഹൃത്തിരിക്കാൻ എളുപ്പം. 22ൻ്റെ 1 വായിച്ചാൽ കാണാം ഇതേ പ്രയോഗം. ഏലിയോ എലിയോ ലമ്മാ ശബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? മരണമുഖത്ത് ഏതൊരു മനുഷ്യനും പറയേണ്ട വാക്കുകൾ പ്രായശ്ചിത്തമായി ഏറ്റെടുത്ത് യേശു പ്രാണനെ വിടുന്നത് യാദൃച്ഛിക സംഭവമല്ല, മുൻകൂട്ടി എഴുതി വെച്ച കാര്യം. ഞാൻ ആ വഴി വരാം. ശ്രദ്ധിക്കണം എവരും. അതെ, കരയുന്ന യേശുവിനെ നിങ്ങൾ കണ്ടുള്ളേ. മറ്റൊരു യേശുവിനെ ഞാൻ കാട്ടിത്തരാം. ഗെത്സമനയിൽ മുട്ടുകുത്തിയിരുന്ന് കരയുന്ന യേശു. ഈ കരച്ചിലൊക്കെ മാത്രമേ നിരീശ്വരന്മാർ കാണാറുള്ളൂ. അല്പം കഴിഞ്ഞപ്പോൾ ദാ വരുന്നു ഒരു വലിയ സേന. പന്തത്തിൻ്റെ വെളിച്ചത്തിൽ കുന്തം കയ്യിലെന്തിയ കാവൽ ഭടന്മാരും റോമൻ പട്ടാളത്തിൻ്റെ ബൂട്ട്സിട്ട് ചവിട്ടും ആരവാരങ്ങളും കേട്ട് യേശു പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ വന്നിട്ടൊരു ചോദ്യം, നിങ്ങൾ ആരെ തിരയുന്നു? ഇപ്പോൾ കരയുന്നുണ്ടോ? ഇപ്പോൾ വിഷമമുണ്ടോ? അല്ലെ സോപ്പിട്ടാണോ പറയുന്നത്? ചേട്ടന്മാരെ, സാറുമാരെ, എന്നാ പ്രശ്നം ആദ്യം അങ്ങ് പറ. അങ്ങനെയാണോ പറഞ്ഞത്? അല്ലല്ല, നിങ്ങളാരെ തിരയുന്നു? മറുപടി, യേസൂസ് നാസറിൻ ബൻ ഔസേഫ് ഓർ യോസ് ഔസഫ്. ഞങ്ങൾ തിരയുന്നത് യോസേഫിൻ്റെ പുത്രനായ നസ്രയനായ യേശുവിനെ. രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള ആളെ രാത്രി പറഞ്ഞാൽ മതി, അത് ഞാനല്ല, അവൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ചേട്ടന്മാർക്ക് എന്തോ വേണം? പിതാവിൻ്റെ മുമ്പിൽ കരഞ്ഞവൻ ഒരു സൈന്യത്തെ കണ്ടപ്പോൾ ധൈര്യം. ഇന്നും ഞങ്ങൾക്കതുണ്ട് ചേട്ടാ, പേടിയൊന്നും വേണ്ട. ഞങ്ങൾ കരയുമെങ്കിൽ ആയുധത്തിൻ്റെ മുമ്പിലോ ആക്രോശത്തിൻ്റെ മുമ്പിലോ അല്ല, പ്രാർത്ഥന മുറിക്കുള്ളിൽ കരയും. യേശു കരയും മുമ്പ് ഞങ്ങളുടെ പൂർവികനായ ദാവീദിൻ്റെ സ്വഭാവം ഇതായിരുന്നു. കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്ക് ഏത് നേരത്തും എൻ്റെ സങ്കടം ബോധിപ്പിച്ചു ഞാൻ കരയുമെന്ന് ഡയറിക്കുറിപ്പ് എഴുതുന്ന രാജാവിനെ നോക്കി ജനം പറയാം, എന്തൊരു രാജാവാ കരയുമെന്ന്. പക്ഷെ കക്ഷി പറയാ, കാര്യം ഞാൻ കരയുമെങ്കിലും ഒരു സൈന്യം എൻ്റെ നേരെ ഒന്ന് പാളയം ഇറങ്ങട്ടെ, മനസ്സിലാകും ഞാൻ ആരാ. പിടികിട്ടിയോ? കണ്ടിതാ ഞങ്ങൾ
കരച്ചിലവിടെ, പ്രവൃത്തി തൻ്റെ ഇവിടെ. പ്രൈസ് ദി ലോർഡ്. യേശു കൈ നീട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഞാനാ. ഒന്നുകൂടെ പറഞ്ഞു, ഈ കൂടെ നിൽക്കുന്നവരൊന്നും ഉദ്ധരിക്കാൻ പറ്റില്ല, ഇവരെ ആരെയും പിടിക്കൊന്നും വേണ്ട, അവർ പോട്ടെ, എന്നെ പിടിക്ക്. ഞാനീ പറയുന്ന ശൈലിയിലല്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം, നിങ്ങൾ ഈ മഷികാചരിത്രവും ജീസസും കണ്ട് അതിനകത്തെ ക്രിസ്തുവിനെ കലാപരമായിട്ട് അങ്ങോട്ട് ഒതുക്കി ഇങ്ങനെ വല്ലതാണോ മനുഷ്യർ സംസാരിക്കുന്നത്? പത്രോസേ എന്തൊരു ശാന്തമാണ്, ഇങ്ങനെയാണോ യേശു സംസാരിക്കുന്നത്? അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ മനുഷ്യരെ പഠിക്കുമ്പോഴേ ഒരു കാര്യമുണ്ട്, ചില മനുഷ്യരോട് സംസാരിച്ച് അവർ നേരെ ചൊവ്വേ സംസാരിക്കുകയില്ല. ഉദാഹരണം, ചിലർ നമ്മളൊക്കെ ചോദിക്കുക, കർത്താവിൻ്റെ വിലയേറിയ ദാസനെ, അവിടുത്തെ മഹത്തരമായ ശുശ്രൂഷയിൽ അങ്ങ് എവിടെയാണ് വ്യാപൃതനായിരിക്കുവാൻ തക്കനോ ഇടയായി തീർന്നിരുന്നത്? ഇങ്ങനെയാണോ ചോദിക്കണ്ടേ? നമ്മളാണ് എന്ത് ചോദിക്കുന്നത്? സഹോദരൻ എവിടാ? അതിനാ ഇയാളീ വളഞ്ഞു തിരിഞ്ഞ് ഈ സംസാരിച്ച് കേട്ടാത്തൊന്നും ആത്മീയനായതിൻ്റെ പേരില്ല. നല്ല എന്തുകൊണ്ട് വിശേഷമൊക്കെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു ബ്രദറെ. ഇത്രയൊന്നും ആക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്ഷമിക്കണം, ഈ അച്ഛന്മാരും പാസ്റ്റർമാരും എല്ലാം ഈ കർത്തൃമേശയോ അല്ലെങ്കിൽ യൂക്കറിസ്റ്റ് അല്ലെങ്കിൽ ആ വിശുദ്ധ സംസർഗം, അതിന് പല പേരാണല്ലോ ക്രൈസ്തവ പറയുന്നത്. ഇത് നടത്തുന്ന സമയത്ത് ഈ കരയുന്ന പോലൊരു ശബ്ദം കേട്ടിട്ടുണ്ടോ? എനിക്കിന്നുവരെയും മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ അപ്പവും വീഞ്ഞും കയ്യിലെടുത്തിട്ട് ഈ കരയുന്നൊരു ടോൺ, ഭർത്താവിനെ അടിച്ചു പങ്കപ്പാടുകൾ, അതൊരു ടോണേൽ ആ സൗണ്ട് ഉണ്ടാക്കുന്ന അല്ല, ആത്മാർത്ഥമായിട്ട് കരയല്ല. പോലെ കീറി ഇങ്ങനൊരു ശബ്ദം, ഒരു വൈബ്രേഷനും ഒക്കെ ഇട്ട്, ഒരു എരപ്പും ഒക്കെ ഇട്ട് ഒരു ഉണ്ടല്ലോ ഒരു പരിപാടി. ഞാനതിൻ്റെ ശരിവശം പറയാം. ഇപ്പം എന്നോട് ചോദിക്കുക, നിങ്ങളെങ്ങനെയാണ് നടത്തുന്നത്? ഞാനും ഇങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങളല്ല ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് എനിക്ക് മാറ്റാൻ പറ്റുമോ? അല്ല പറ, നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് ഞാനൊരുത്തം മാത്രം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ ഒക്കുമോ? ഞാനും ആ സമയം വരുമ്പോൾ ഒരു ടോണിട്ട് കരയുന്ന പോലെ ഒരു ആക്ഷൻ, പോലെ ആ മിമിക്രി ഞാനും അന്നേരം ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അല്ലേ നമ്മൾ ആ മതിലാങ്കുറി കിടക്കുക നമ്മളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ അടിക്കും. അതുകൊണ്ടാണ് ഉദ്ദേശിക്കുക കൃപയില്ലെന്ന് പറയും. കൃപ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ വൈബ്രേഷൻ ഇട്ട് സംസാരിക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. കാരണം ഈ ഭാഷയിൽ കരം, അധികരം, മൃദു, ഘോഷം, അനുനാസ്തികം എന്നിങ്ങനെയൊക്കെ അക്ഷരങ്ങളെ വിഭജിക്കും. മനസ്സിലായോ? ക, ച, ട, ത, പ അത് കരമാണ്. ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ ഇത് അധികരമാണ്. ഇനി ങാ, ഞാണ, നമ മൂക്കില്ലാതെ പറയാൻ പറ്റില്ല, അത് അനുനാസികമാണ്. നമ്മുടെ ആളുകൾ ഈ കരം പറയേണ്ടടുത്ത് അധികരം പറയും, കർത്താവെന്ന് പറയില്ല, കർത്താവ്. അങ്ങനെ പറഞ്ഞാൽ മധുരതാങ്കൂറിൽ നിങ്ങൾക്കൊരു വിജയപ്രദമായ ശുശ്രൂഷ ചെയ്യാം. മനസ്സിലായില്ലോ? കർത്താവെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, കർത്താവ് എന്ന് പറഞ്ഞിട്ട് ആ ഇത്തയൊക്കെ പറയുന്നിടത്ത് ഒരു പഞ്ച്, ബ്രദറെ എന്ന് വിളിക്കുമ്പോൾ അതിനകത്തൊരു വൈബ്രേഷൻ. ഇതിനൊക്കെ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന പോട്ടെ. അപ്പോൾ ഞാനത് ഒത്തിരി പറയുന്നില്ല, പറഞ്ഞ് ഇത് ലൈവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് തിരിച്ചവിടെ ചെല്ലേണ്ടതാണ്. പോട്ടെ. അപ്പോൾ ഏതായാലും കർത്താവിനെ വരച്ച് ഈ മശിഹാ ചരിത്രവും ഈ പീഡനവും എല്ലാം കൂടെ കാണിച്ച് ആ പാടൊരു കൊള്ളരുതാത്ത മനുഷ്യനാക്കിയെന്ന് മനസ്സിലായി? അങ്ങനെയാണോ? ഒരു കോലം കെട്ടിച്ച നോ നെവർ. കാരണം വചനം പറയുന്നത് അവൻ മരണം ആസ്വദിച്ചെന്ന്. നമ്മളെ ഈ ചായ കുടിക്കുമ്പോൾ, ചായയെപ്പറ്റി വിവരമുള്ളവൻ ചായ കുടിച്ചാൽ അയാളുടെ മുഖം കാണുമ്പോൾ അറിയാം ആ ചായ കൊള്ളാമെന്ന്. അല്ല ട്രെയിനെ കിട്ടുന്ന ചായ കുടിച്ച് ആസ്വദിച്ച് കുടിക്കാൻ പറ്റുമോ? കൊള്ളത്തില്ല. യേശു മരണം ആസ്വദിച്ചെന്ന് പറഞ്ഞുതരാം. ഒരു കൊച്ചുകുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്താലേ ആ ഇഞ്ചക്ഷൻ കാണുമ്പോഴേ കൊച്ചു കിടന്ന് കരയും. നമ്മുടെ ദേഹത്തേക്ക് ഇനിയും പുട്ടുകുറ്റി വലിപ്പമുള്ള ഈ മറ്റേ സിറിഞ്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 3-4 പേര് ഇതിങ്ങനെ തള്ളിക്കയറ്റിയാലും കരച്ചിൽ വന്നാലും കരയല്ല. അതാണ് സഹനം. പിടിയോ? ക്രൂശിൽ സഹിച്ചെന്ന് വേദന, ഉള്ളിൽ വേദന ഒതുക്കിയെന്ന് മറ്റൊരർത്ഥത്തിൽ പറയാം. പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോഴും വലിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും പുരുഷന്മാരങ്ങനെ കരയല്ല. അത് പുരുഷന് ദൈവം കൊടുത്ത ഒരു കൃപയാണ്. കാരണം പുരുഷൻ കരഞ്ഞാൽ കണ്ടു നിൽക്കുന്നവരും കരയും. അങ്ങനെ വെറുതെ കരയില്ല. ദുഃഖമില്ലെന്നല്ല, പുരുഷൻ കരയുന്നത് അയാളുടെ സ്വകാര്യതയിലാണ്. അമ്മ മരിച്ച ദിവസം അലമുറ കൊട്ടുന്നവർക്ക് കൂടുന്നൊന്നും ആ പുരുഷൻ കാണില്ല. അന്ന് രാത്രി ഏവരെ ഉറങ്ങുമ്പോഴും അയാൾ നെഞ്ചു തിരുമ്മി അതിലെ നടക്കുന്നുണ്ട്. സഹനം. ഈ സഹനമാണ് കാൽവറി ക്രൂശ്. വേദനയുണ്ട്,
ആ മരണം ആസ്വദിച്ച് അതിലേക്ക് പുറപ്പെടാൻ യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. വിധിയും വിചാരണയൊക്കെ കഴിഞ്ഞു. ആ കൂടെ പുരോഹിതന്മാർ വിധിച്ചു, ഹെരോദാവ് വിധിച്ചു. അതിനിടയ്ക്കാണ് പീലാത്തോസിൻ്റെ പുറപ്പാട്. ഈ പീലാത്തോസ് ഒരു റോമക്കാരനാണ്, യഹൂദനൊന്നും അല്ല. അയാളുടെ ചരിത്രം പഠിക്കണം. ആൾ നല്ല മദ്യപാനിയായിരുന്നു, നല്ല കുടിയൻ. മദ്യപാനിയായ മനുഷ്യൻ്റെ അരികിലേക്ക് യേശുവിനെ കൊണ്ടുവന്നു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കള്ളുകുടിയൻ്റെ ഒക്കെ ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പീലാത്തോസ് യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടു. അപ്പോഴേ യേശുവിനെതിരെ കുറ്റം ചുമത്താൻ റോമൻ സമൂഹവും ഒപ്പം യഹൂദന്മാരും നിപ്പുണ്ട്. യഹൂദന്മാർ കുറ്റം ചുമത്തുക. ഈ ചുമത്തിയ കുറ്റമെല്ലാം ചീറ്റിപ്പോയി. ഒരുത്തൻ പറഞ്ഞു, കായിസർക്ക് നികുതി കൊടുക്കരുതെന്ന് ഇവൻ പറയുന്ന കേട്ടു. അപ്പോൾ ഒരുത്തൻ കാതി പറഞ്ഞടാ, അത് പറയില്ല, കാരണം രസീത് ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി കഴിഞ്ഞ ആഴ്ച പത്രോസിനും പുള്ളിക്കും വേണ്ടിയുള്ള നികുതി അടയ്ക്കുന്നത് ഞാൻ നോക്കി നിൽക്കുക, വില പോവുകയില്ല. ആ വിഷയം പിൻവലിക്ക്, പെട്ടെന്ന് മാറ്റ്. അതങ്ങ് പിൻവലിച്ചു. അടുത്തവൻ വന്നിട്ട് പറയുക, സാറേ ഇവൻ പറയുക ദേവാലയം പൊളിച്ചിട്ട് 3 ദിവസം കൊണ്ട് പണിയുമെന്ന്. അപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുത്തു, അത് പറയില്ലേ, കാരണം അയാൾ 3 ദിവസം കൊണ്ട് പണിയുമെന്നല്ലേ പീലാത്തോസ് വെള്ളം അടിച്ചിട്ടിരിക്കുക. അപ്പോൾ പീലാത്തോസ് പറയും, നിങ്ങളൊന്ന് പൊളിക്കുക, പുള്ളി പണിയുമോ എന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞാൽ നടന്നില്ലേ ആകെ ഗതികേടാവും. നിങ്ങളങ്ങ് പൊളിക്കുക, പുള്ളി പണിയുമോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ ആകെ ഗതികേടാവും, അതും വിട്. അപ്പോൾ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, സാറേ ഈ മനുഷ്യൻ പറയുക അയാൾ രാജാവാണെന്ന്. അത് ഗൗരവമുള്ള കാര്യമാണ്. സംഗതി പൊളിറ്റിക്സാണ്. തല്ലുമൊക്കെ കൊടുത്തു, ഒരു ശിക്ഷയൊക്കെ കൊടുത്ത്, കയ്യിൽ ചെങ്കോലും പിടിപ്പിച്ച്, ചാട്ടവാറ് കൊണ്ട് പുഴ അടിച്ച്, ശരീരത്തിൽ അങ്കി ധരിപ്പിച്ച് കളിയാക്കി കൊണ്ടിവിടെ നിർത്തിയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിലൊരു മനുഷ്യൻ്റെ മനോനില തകർക്കാൻ ഇതിൽ പരം എന്ത് വേണം? ചെവിക്കുറ്റിക്കടിച്ചു, ചവിട്ടി, കാർക്കിച്ചു തുപ്പി, മനോനില തകർക്കാൻ പോകുക, മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ പോകുക. ചാട്ടവാറിൻ്റെ അടിയുടെ പ്രത്യേകത അറിയോ? നമ്മൾ കാണുന്ന പോലൊന്നും അല്ലെന്നേ. ആദ്യത്തെ 5 അടി, ആദ്യത്തെ 5 വേണ്ട, ഒരു ഘട്ടമടി മനുഷ്യനെ കമർത്തിക്കിടത്തിയിട്ട് പുറത്തടിക്കും. അവൻ്റെ അടിച്ചവൻ്റെ ഊഴം കഴിഞ്ഞു, അടുത്ത പടയാളി ചമ്മട്ടിയുമായി വരും. അയാൾ മലർത്തിക്കിടത്തിയിട്ട് നെഞ്ചിലടിക്കും. അയാളുടെ ഊഴം കഴിഞ്ഞു, അടുത്തവൻ വരും. അടുത്തവൻ വന്നിട്ട് വീണ്ടും കമഴ്ത്തിക്കിടത്തിയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ അടിച്ചതെങ്കിൽ അങ്ങേ സൈഡിൽ നിന്നുകൊണ്ട് തിരിച്ചടിക്കും. അടിക്കുമ്പോൾ ഈ അടിയുടെ പാട് ഈ ലംബവും തിരച്ചീനവുമായി പരമ്പ് മെനഞ്ഞ പോലെ ഇങ്ങനെ കിടക്കും അടിയുടെ പാട്. അത് കണ്ടിട്ടാ പ്രവാചകൻ പാടുന്നത്, അവൻ്റെ പുറം ഉഴവുയാൽ പോലെ കീറി. ആ പീഡ സഹിച്ചവനെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് അങ്ങോട്ട് നിർത്തി. തലയിൽ സിസീഫസ് പൈനസ് എന്നറിയപ്പെടുന്ന മാരക വിഷമുള്ള മുള്ളുകൊണ്ടുള്ള ഒരു കിരീടവും മെനഞ്ഞു വെച്ചു. ഇത് വെച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇത്രയും മനോനില തകർത്ത് തരിപ്പണമാക്കി കൊണ്ടു നിർത്തിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശുവിൻ്റെ മനോനില തകരുമെന്ന്? അങ്ങനെ തകരില്ല. അവൻ മനോനില തകർന്നവരെ ജീവിതത്തിലേക്ക് ഇന്നും മടക്കി വരുത്തുന്ന ദൈവമാണ്. ഉള്ളം തകർന്നവരെ, ശരീരം തകർന്നവരെ, മനസ്സ് തകർന്നവരെ ഇന്നും സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവമാണ്. അവൻ അവിടേക്ക് വന്നു. പീലാത്തോസ് ഈ അടിയെല്ലാം കൊണ്ട് നിൽക്കുന്ന മനുഷ്യനോടൊരു ചോദ്യം. ആ മുഖത്തേക്ക് നോക്കി സഹതാപമൊക്കെ വന്നു. അദ്ദേഹം രക്ഷിക്കാനാണ് ചോദിക്കുന്നത്. ഇവിടെ തള്ളി പറഞ്ഞാൽ മതി. എന്താ ചോദ്യം എന്നറിയണ്ടേ? ഓ യേശൂസ് നാസറിൻ നസ്രായനായ യേശുവേ, പറയൂ, നീ രാജാവാണോ? ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അല്ല. അല്ല എന്ന് പറയാൻ കാരണം നമ്മളാണേ അതങ്ങനെ പറയത്തുള്ളൂ. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഞാനാണേ പറഞ്ഞതിനെ വെച്ചാൽ ഞാൻ രാജാവൊന്നുമല്ല. പിന്നെ ഞാനൊരു പ്രസംഗത്തിനകത്ത് ആവേശം കയറിയപ്പോൾ രാജാവാണെന്ന് നോക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഉദ്ദേശിച്ചുള്ളൊരു രാജാവല്ല ഞാൻ. പിന്നെ പ്രസംഗമല്ലേ അച്ഛൻ, ആവേശം കയറുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ പറയല്ലേ, അച്ഛൻ തന്നെയാണ് രാജാവ്. അച്ഛൻ്റെ മുഖത്തെ ആ രാജകല കണ്ടാൽ തന്നെ മനസ്സിലാകും അച്ഛനാ രാജാവ്. പിന്നെ അച്ഛൻ ഈ രാജാവെന്ന് പറഞ്ഞാൽ മൂലഭാഷ അതിന് വേറെയൊക്കെ അർത്ഥമുണ്ട്. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞ. പീലാത്തോസ് പറയും, പോക്കോ,
ഇനി മേലെ ഈ കേസ് കൊണ്ട് ഈ വഴി വന്നേക്കല്ല്, മറ്റോമാർക്കൊരു ഫൈന് മേടിക്കും, തിരിച്ചു വിടും. ഇതിനാ പറഞ്ഞത്, പറ. യേശു ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പിലാത്തോസേ, ഞാൻ രാജാവ് തന്നെ. ഈ ധൈര്യത്തിൻ്റെ പേരാ സുവിശേഷം. തെരുവീതിയിലിറങ്ങി നിൽക്കെ അവൻ്റെ തലയിൽ കിരീടം കൊണ്ടുവച്ചിട്ട് ആളുകൾ രാജാവാക്കാൻ വന്നു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ തെരുവിലെ ജനസാമാന്യങ്ങൾ വെച്ച് നീട്ടിയ ആ കിരീടം തട്ടിക്കളഞ്ഞിട്ട് അവിടെ വെച്ച് ലോക്കൽ അവനെ രാജാവാക്കാൻ വന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞവൻ കോടതി മുറിക്കുള്ളിൽ അടിപതറാതെ ചങ്കുറപ്പോടെ ധൈര്യത്തോടെ എന്നിട്ട് പറയുക, ഞാൻ രാജാവ് തന്നെ. ഇന്ന് രാത്രിയിലും ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് ആർത്തലക്കുന്ന സമുദ്രത്തിന്റെ ശബ്ദത്തിനും അപ്പുറത്ത് ആ ശബ്ദം ഉയർത്തിക്കൊണ്ട് നമുക്ക് പറയാം, ഇവനത്രേ ഞങ്ങളുടെ രാജാവ്, ഇവനത്രേ പ്രപഞ്ചത്തിന്റെ മഹാരാജാവ്, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് മനുഷ്യരാശിയുടെ രക്ഷ. പീലാത്തോസ് അവനെ ക്രൂശിക്കാൻ ഉത്തരവിട്ടു. ഒന്നുകൂടി പറഞ്ഞു, നിന്നെ രക്ഷിക്കാനും വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിഞ്ഞൂടെ? ആ മുഖത്ത് നോക്കി പീലാത്തോസ് പറയാ, യേശു പറയാ, ഇല്ലട കുഞ്ഞേ, നിനക്കെന്ത് അധികാരം? മുകളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിനക്ക് എന്തധികാരം? ഈ ക്രിസ്തുവിനെ ഈ മശിയാ ചരിത്രമൊക്കെ വരച്ചൊരു കോലമാക്കി ഇത്രയും ധൈര്യശാലിയെ. അതുകൊണ്ട് പേടിച്ച് ക്രിസ്തുവിനെ സേവിക്കണ്ട. ഞാൻ ജന്മസിദ്ധമായി ധൈര്യമുള്ള ഒരാളല്ല, പക്ഷേ യേശു കൂടെ നിൽക്കുമ്പോൾ ഒരു സൈന്യം പാളയം ഇറങ്ങി എന്നാലും പേടിയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് കാണാം, ഏത് പ്രതിസന്ധിക്ക് നടുവിലും ഒപ്പം നിൽക്കുന്നവൻ, കൂടെ നിൽക്കുന്നവൻ, സന്തത സഹചാരി, അവനുമായിട്ടാണ് നമുക്ക് കാര്യം. സ്തോത്രം. ക്രൂശെടുത്തു, ഈ വിലങ്ങൻ തടിയുമായി അങ്ങിയെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പണിയുണ്ട്. അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ വരും. അയാൾ നാഡീഞരമ്പുകൾ പരിശോധിക്കും. എന്നിട്ട് ആണി അടിക്കാനുള്ളൊരു സ്പോട്ടിലേക്ക് കറുത്ത മഷിക്കൊരടയാളം ഇടും. ആണി അടിക്കുന്നത് ദണ്ടിവിടാ മണിബന്ധം എന്നറിയപ്പെടുന്ന ഈ പോർഷനിൽ ഞരമ്പ് കെട്ടുകൾ വന്നു കൂടുന്ന സ്ഥലമാണ്. അവിടേക്ക് ഈ ആണി ചതുരവടിവുള്ള ആണി അഗ്രം ഉരുണ്ടിരിക്കും. ഒരഗ്രം കൂർത്ത മുനയ അതങ്ങോട്ട് കുത്തി ഒന്ന് തിരിക്കുമ്പോൾ ഇതങ്ങോട്ട് ഇടറി മാറിയിട്ട് ഞരമ്പുകൾ സ്റ്റക്കാകും. ആദ്യം ചീറ്റി വരുന്ന ചോര, എന്നിട്ട് ആ രക്തപ്രളയത്തിൽ ആൾ നിൽക്കവേ 2 ഞരമ്പുകളും സ്റ്റക്കായി, കാലും ഇതുപോലെ തന്നെ. ഈ ഞരമ്പുകൾ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നുണ്ടേ ശ്വാസമെടുത്താൽ കിട്ടില്ല. രക്തയോട്ടം നിലച്ചു, ഹൃദയത്തിൻ്റെ താളം തെറ്റി. ഈ ശരീരത്തിലേക്ക് ശുദ്ധരക്തവും അശുദ്ധരക്തവും ഒക്കെ കൂടിക്കലർന്നിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ തകർന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഒടുക്കം വൻതോതിൽ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്സിജൻ ഇല്ല. വെളുത്ത് സുമുഖനായ സുന്ദരനായൊരു മനുഷ്യനും കറുത്ത് കരിവാളിച്ച് കണ്ണുകൾ തുറിച്ച് പുറത്തേക്ക് വരും. അല്പം കഴിഞ്ഞ് ഈ തുറിച്ച കണ്ണൊന്ന് അടയ്ക്കാൻ പാടാ. ഈ സെൻസേഷൻ നഷ്ടപ്പെടുമെന്ന്. കണ്ണടയ്ക്കാൻ പറ്റില്ല. ഈച്ച പറന്നു വരും, പ്രാണികൾ പറന്നടുത്ത് വരും. ഇങ്ങനെ ക്രൂശിൽ മരിക്കാതെ 7 ദിവസം വരെ കിടന്നവരുടെ ചരിത്രമുണ്ടെന്നാണ് സ്ട്രാബോ എന്ന ചരിത്രകാരൻ പറയുന്നത്. ക്രിസ്തുവല്ല, മറ്റാളുകൾ. എത്ര ഭീകര! എന്നിട്ട് ഈ മരണമൊഴിയും മരണത്തിൻ്റെ കാരണവും എഴുതി വച്ചു. പക്ഷെ ആ കിടപ്പിലും അബോധാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് കനിവാർന്ന 7 മൊഴികൾ ആ നാവിലൂടെ പുറത്തു വന്നു. അതിലെ പ്രധാനപ്പെട്ടൊരു മൊഴിയുണ്ട്, ടെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയായി. ഇതെങ്ങനെയാണെന്ന് അറിയണ്ടേ? വന്ന ചരിത്രത്തിൽ പറയാം. പുരാതന റോമിലെ അടിമ ഉടമ കച്ചവടം നടക്കുന്ന കാലത്ത് ഒരടിമയെ വീണ്ടെടുത്തിട്ട് അടിമയുടെ മുഴുവൻ കടവും കൊടുത്തു തീർത്തിട്ട് അവൻ സ്വതന്ത്രനാണെന്നറിയിക്കാൻ അവൻ്റെ പക്കൽ ഇനി ആർക്കും അവനെ വിൽക്കാനോ വാങ്ങാനോ അധികാരമില്ലാത്ത സ്വാതന്ത്ര്യം വിളംബരം ചെയ്തിട്ട് അവൻ്റെ പക്കൽ ഒരു ലൈസൻസ് കൊടുക്കും, ഒരു താമ്രപത്രം. അതിൻ്റെ താഴെ എഴുതും ടെറ്റലസ്റ്റായി. അർത്ഥം, ഇവൻ ഇനി കട ഒന്നുമില്ല, മുഴുവൻ കൊടുത്തെന്ന്. ഇടപാട് തീർത്തു, ക്ലോസ്ഡ്. എഴുതി തള്ളി, ഇനി അവന് കടമില്ല. എൻ്റെയും നിങ്ങളുടെയും മനുഷ്യരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെ കടം എഴുതിത്തള്ളിയിട്ട് ലോകത്തോട് പറയുക, ടെറ്റലസ്റ്റായി,
സകലവും പൂർത്തിയായി. ക്രൂശിലെ ആ തിരുമൊഴിയുടെ സവിശേഷത ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയണ്ടേ, ഇതും യാദൃച്ഛികമല്ല. ആ ക്രൂശിൽ എന്തു നടന്നോ ആ സ്പന്ദനം പോലും കൃത്യം ഒപ്പിയെടുത്ത് ഒരു പ്രവാചകൻ എഴുതി. ഇന്നലെ സൂചിപ്പിച്ച യെശയ്യാ ആളൊരു കേമനായിരുന്നു. കാരണം പുള്ളിയുടെ പുസ്തകം വായിക്കണം. യാദൃച്ഛികമെന്ന് പറയട്ടെ, ബൈബിളിലെ അധ്യായമൊക്കെ പിന്നെ തിരിച്ചാ. പക്ഷേ 66 അധ്യായമുള്ള യെശയ്യാ പ്രവചനം രണ്ടായി തിരിക്കണം. 39 വരെ ഒരു സെക്ഷൻ, രണ്ടാം ഭാഗം 27. ബൈബിൾ പോലെ തന്നെ ഇരിക്കും. ബൈബിളിന് 66 പുസ്തകം, അതിൽ 39 പഴയ നിയമം, 27 പുതിയ നിയമം. അപ്പോൾ ബൈബിളിലെ ബൈബിളെന്ന് വിളിക്കാം. കാരണം സുവിശേഷം ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇതിനകത്തുണ്ട്. മനസ്സിലായോ കാര്യങ്ങളുടെ കിടപ്പ്? യേശുവിൻ്റെ പങ്കപ്പാടുകളും പീഡകളും ഈ പ്രവാചകൻ ആത്മാവിൽ കണ്ടിട്ട് എഴുതുന്ന ഒരു രംഗമുണ്ട്. ഇന്ന് പോയി വായിച്ചോണം. ഇന്ന് യെശയ്യാ 53 നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. പ്രവാചകനായ യെശയ്യാ കണ്ടു യേശു ക്രൂശിൽ പിടയുന്നത്. ആ പിടയുന്ന രംഗം കണ്ടിട്ട് ഒരു ദൃക്സാക്ഷി വിവരിക്കും പോലെ നമുക്ക് അറിയാം. ഒരു സംഭവം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഏഷ്യാനെറ്റിൻ്റെ വാർത്താലേഖകൻ ക്യാമറാമാനും ഒരുമിച്ച് അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരും, ലൈവായി കാട്ടിത്തരും. അവതാരകൻ അങ്ങോട്ട് ചോദിക്കും, ഇപ്പോഴെന്താ സംഭവിക്കുന്നത്, അവിടുത്തെ സ്ഥിതി എന്താ? ഇതേ സംഭവം നടന്ന് കഴിഞ്ഞവിടെ ചെന്ന് പറയാനേ ഏഷ്യാനെറ്റിനും മനോരമയ്ക്കൊക്കെ പറ്റുള്ളൂ. പക്ഷേ 700 കൊല്ലം മുമ്പ് ക്രൂശിനെ ഹൃദയത്തിൽ കണ്ട് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ 7 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ക്രൂശിലെ ചിത്രം കൃത്യം പകർത്തിവെച്ച പ്രവാചകന്റെ പേരാ യെശയ്യാ. അതാ ബൈബിൾ വിഷയങ്ങളുടെയും പ്രവചനങ്ങളുടെയും ശക്തി എന്ന് കഴിഞ്ഞ രാത്രിയിലെ പോലെ ഞാൻ ഇന്നും ആവർത്തിക്കട്ടെ. ആ ക്രൂശിനെ ഹൃദയത്തിൽ കണ്ടിട്ടേ യെശയ്യാ ചോദിക്കുക, സുഹൃത്തെ, ഞങ്ങൾ അങ്ങ് പണ്ട് ഹാനോക്ക് മുതൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ പഴയ നിയമ പ്രവാചകന്മാർ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളക തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ധരിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ അതിനിന്ദിതനായിരുന്നു. നാമോ ദൈവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. യഹോവ നമ്മുടെ എല്ലാം അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. രോമങ്കത്തിനിടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അവൻ സാഗത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ കൺക്ലൂഷനിൽ പറയുക, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം എന്തിനാ? നമ്മുടെ ശുദ്ധീകരണത്തിന്, നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിന്. ആ സംഗതി കൃത്യം എഴുതി വെച്ചപ്പോഴാ അവൻ രാജാവാണ് എന്ന് കള്ളന് തോന്നിയത്. മനസ്സിലായോ? ഒന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിർത്തട്ടെ. യേശുവിനെ കണ്ടിട്ടേ എല്ലാവർക്കും ഒന്നും യേശുവിനെ പിടികിട്ടുകയല്ലെന്ന് പറയാം. പിറവി കൊണ്ട യേശു ഉണ്ടല്ലോ, ആ യേശുവിനെ കണ്ടിട്ട് ആട്ടിടയന്മാർക്ക് ഈ നക്ഷത്രമൊക്കെ വെളിപ്പെട്ടെങ്കിലും അവരിങ്ങോട്ട് വന്നു, ഒരു പാട്ടുമൊക്കെ പാടി, അവർ ചാടി നൃത്തം ചെയ്തു, അവരവരുടെ വഴിക്ക് പോയി. പിന്നീട് ഇങ്ങോട്ട് വിദ്വാൻമാർ വന്നു, മാഗികൾ, അവർ വന്ന് യേശുവിനെ കണ്ടു. പൊന്നു മോര് കൊന്തിരിക്കാം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പൗരട്ടിനും സോപ്പും ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് ചെന്ന് അത് കൊടുത്തു, അവരും പോന്നു. പക്ഷെങ്കിലേ യേശുവിനെ കൊണ്ട് വിശുദ്ധ മറിയമും യൗസേപ്പും ആലയത്തിലേക്ക് ശുദ്ധീകരണത്തിന് ചെല്ലുമ്പോൾ അവിടെ ഒരു അപ്പച്ചൻ ലോകം മരണത്തിലേക്ക് ഏതാണ്ട് കാലെടുത്ത് വെച്ചു എന്ന് സംശയിക്കുന്ന, നേരെ നിൽക്കാൻ ത്രാണിയില്ലാത്തൊരു വയോവൃദ്ധനെ കണ്ടു. അദ്ദേഹം ഇങ്ങോട്ട് വന്നു. ഈ കുഞ്ഞിനെ കൈനീട്ടി ഇങ്ങ് വാങ്ങി. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെടുക്കുമല്ലോ. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളോട് എന്തോ പറയണമെന്ന് സത്യം പറഞ്ഞാൽ പുരുഷന്മാർക്ക് അറിയത്തില്ല. നമ്മളൊരു കുഞ്ഞിനെ താലോലിക്കാൻ നോക്കി അത് മൈൻഡ് ചെയ്യല്ല. അല്ലെന്ന് ചെയ്ത് നോക്കിക്കേ, അറിയോ?
അതാ നമ്മളെയൊക്കെ പിടിച്ച് അംഗൻവാടി ടീച്ചറാക്കണം. പുരുഷന്മാർ വിഷമിച്ചു പോകും. നമ്മളെന്താ പറഞ്ഞു പഠിപ്പിക്കുന്ന അറിയില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു സഹോദരൻ. അവിടെ ഈ കുഞ്ഞ് 6 മാസം പ്രായമുള്ള കുഞ്ഞ് രാത്രി കിടന്ന് കരഞ്ഞങ്ങ് വില്ലിക്കുക. ഈ പുള്ളി ആകുന്ന പറഞ്ഞു, അത് കുഞ്ഞല്ലേ, അടുന്ന് കരയുക. അവസാനം ഈ മനുഷ്യൻ അവിടെ കൊന്നിട്ട് പറയുക, അടിച്ച് നിൻ്റെ ചെവിക്കുറ്റി ഞാൻ പൊട്ടിക്കും, നിൻ്റെ കരണം ഞാൻ പോയിക്കും, നിനക്ക് ജോസിനെ മനസ്സിലായിട്ടില്ല, നീ ഇവിടെ ഇറങ്ങി ഒന്ന് അന്വേഷിക്കണമെന്ന്. ജോസ് ആരാന്ന്? എത്ര വയസ്സുള്ള കൊച്ചിനോടാ? 6 മാസം. ഇവനൊക്കെ എന്താ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചേ. നമ്മുടെ എല്ലാ സ്വഭാവം ഇതാണ്. നമ്മൾ അംഗൻവാടി നടത്തിയാൽ ഒരു വരുവാകും. പെണ്ണുങ്ങളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോവാ. നമ്മൾ വലിയ പുള്ളികളാണെന്ന് പറഞ്ഞ് നടക്കുന്നു. വേണ്ട, ഒന്ന് സാമ്പാർ വെച്ച് നോക്കിക്കേ, അവിയൽ പോലെ ആകും. പോട്ടെ, പുള്ളികളൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കുക. അവർ പോയാൽ നമ്മളൊന്നും ഒന്നുമില്ല. അപ്പോഴേ ഈ താരാട്ട് പാടാനൊക്കെ വലിയ പാടാണ്. എൻ്റെ ഈ ചെറുക്കനെ, എൻ്റെ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഈ വൈഫ് നമ്മുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് എന്തിനേലും കാര്യത്തിൽ പോവും. എനിക്ക് ആ പാടാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള ശ്ലോകം പാടാൻ അറിയാവുന്ന. അതെങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച്. ഈ കൊച്ചിനെയും കൈവച്ച് നമ്മളനുഭവിച്ച പാടുകളൊന്നും പറയുന്നില്ല. വഴങ്ങത്തില്ലെന്ന് നമ്മൾ അവനോട്. നമ്മളിങ്ങനെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ടേ എന്തെങ്കിലുമൊക്കെ പറയും. സ്ത്രീകൾക്ക് പറ്റും. അവർ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട്, പിന്നെ സ്ത്രീകളും പറയണല്ലോ, കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയാ കള്ളനെന്ന്. കള്ളൻ ഒരടിയും കൂടെ അതിലിട്ടു. വേറെ ഒന്നും കൊച്ചിനോട് പറയാനില്ല. ഈ കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പെണ്ണുങ്ങൾ എന്താ പറയുന്നത്? കള്ളൻ ഒരടി. ഇതൊക്കെ എന്തോ സ്വഭാവം. വേറെ നന്മയൊന്നും വരത്തില്ല വായിന്ന്. കള്ളനാണെന്ന് കൊച്ചു പോട്ടെ. ശിമയോൻ കയ്യിലേക്ക് എടുത്തിട്ട് എന്തായിരുന്നു പറയണ്ടേ? കുഞ്ഞാവേ ഉറങ്ങിക്കോ, കള്ളൻ, ഇതൊക്കെ പറയണ്ട. പക്ഷെ പറഞ്ഞോ? പറയാതെ കയ്യിലേക്കെടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ടൊരു വിളി. ചരിത്രത്തിൽ ഇത്രയും വലിയ ആരാധന യേശുവിന് ആരും കൊടുത്തിട്ടില്ല. ഇത്രയും വലിയ വർഷിപ്പ്. എന്തിനാച്ചാ പ്രൈസ് ആൻഡ് വർഷിപ്പ്? എന്തിനാച്ചാ പള്ളിയിൽ പോയി 2-3 മണിക്കൂർ? ഈ ശിമയോൻ്റെ ഒറ്റ വാക്ക് പോരെ ഈ കുഞ്ഞിനെ, കൈകാലുകൾ പിടയുന്ന ആ കുഞ്ഞിനെ, തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്ന ആ കുഞ്ഞിനെ, ആ വിറയ്ക്കുന്ന കയ്യിലേക്ക് നോക്കിയപ്പോൾ ശിമയോൻ അറിയാം, ആ വിറയാർന്ന കരങ്ങൾ കൊണ്ടാ, ആണിയടിക്കപ്പെട്ട ആ കരങ്ങൾ കൊണ്ടാ മനുഷ്യരാശിക്ക് രക്ഷയ്ക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചീന്താൻ പോകുന്നത്. ആ വിറയാർന്ന കരങ്ങൾ കൊണ്ടാ അവൻ ചരിത്രത്തെ AD എന്നും BC എന്നും ബിംബിലേക്കും രണ്ടാക്കി മാറ്റാൻ പോകുന്നത്. ആ വിറയാർന്ന കരമുള്ളവരെ കണ്ടിട്ട് ഒരു വിളി, ഓ അദോനായ്, അല്ലയോ എൻ്റെ ഗുരു, എൻ്റെ നാഥ, എൻ്റെ ദൈവമേ എന്നർത്ഥം വരുന്നു. ഗുരു, എൻ്റെ നാഥ, കർത്താവേ, നീ അടിയനെ ഇപ്പോൾ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് നിശ്ചയിച്ച രക്ഷ ഈ ദുർബലൻ്റെ കണ്ണുകൊണ്ട് കാണാൻ നീ അടിയന് ഭാഗ്യം നൽകിയല്ലോ. സംതൃപ്തിദായകമായ ആരാധന. ഇനിയേ നമുക്ക് ക്രൂശിക്കപ്പെട്ട യേശുവിലേക്ക് ചെല്ലാം. അതിൻ്റെ മുമ്പിൽ ആൾ നിൽപ്പുണ്ട്, അപ്പുറത്ത് ആൾ നിൽപ്പുണ്ട്. കളിയാക്കുന്നവനുണ്ട്, നല്ല മനുഷ്യരുണ്ട്, സഹതാപം തോന്നുന്നവരുണ്ട്, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ ക്രൂശിൽ ഒരുത്തൻ പറയാ, നിൻ്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണം. പിടഞ്ഞു മരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ടേ അവനൊരു രാജ്യമുണ്ടെന്ന് ഉള്ളം തുറന്ന് വിശ്വസിച്ചത് ഒരു കള്ളനാണ്. മറ്റാർക്കും പിടികിട്ടില്ല. പണ്ടൊരു ശിമയോൻ, പിന്നൊരു കള്ളൻ. ഇനി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ ആ യേശുവിനെ മനസ്സിലായതേ ഒരു പാവം സ്ത്രീക്ക്. അവൾ അടിയിൽ വന്നിട്ട് പറയുക, യജമാനനെ, നിങ്ങളെൻ്റെ യേശുവെ എവിടെ വച്ചിരിക്കുന്നു? പറയൂ, കൊണ്ടുപോകാൻ വന്ന ഞാൻ. യേശുവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുക, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ തിരയരുതേ. യേശുവിനെ മനസ്സിലായത് ആർക്കാ? ഒരു പാവ സ്ത്രീക്ക്. എന്താ മനസ്സിലായി? അപകടം പിടിച്ചൊരു ഉപസംഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത്, പേടിക്കരുതേ. പിറവി കൊണ്ട് യേശുവിനെ തിരിച്ചറിഞ്ഞത് ഒരു വയോവൃദ്ധൻ, ഒരു പാവം മനുഷ്യൻ. ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനെ തിരിച്ചറിഞ്ഞത് നാട്ടുകാരൊക്കെ തള്ളിക്കളഞ്ഞ, പലയാവർത്തി കല്ലെറിഞ്ഞ് അവഹേളിച്ച ഒരു കുടം കുറ്റവാളി, ഒരു കള്ളൻ. ഉയർത്തെഴുന്നേറ്റവനെ കണ്ട് തിരിച്ചറിഞ്ഞത് ഒരു തോമാസ്ലീഗല്ല, ഒരു പത്രോസല്ല, ഒരു പാവം സ്ത്രീ. അങ്ങനെയാണെങ്കിൽ പുനരാഗമനം ചെയ്യാൻ പോകുന്ന യേശുവിനെ ആര് തിരിച്ചറിയും? ചിന്തിച്ചിട്ടുണ്ടോ? പുനരാഗമിച്ച്
തൻ്റെ തിരുസഭയെ ചേർക്കാൻ വരുന്നവനെ ആര് തിരിച്ചറിയും? ആ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണും. അവർ മാത്രം ദൈവത്തെ കാണും. ഒന്ന് പ്രാർത്ഥിച്ചു പിരിയണേ. നാഥ, അടിയനെയും ആ ഹൃദയശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പിരിയാവോ? അത്തരമൊരു ഉപസംഹാരത്തിലേക്ക് ഞാൻ വരട്ടെ. പണ്ട് ഒരു സംഭവം ഉണ്ടായി. ഫ്രാൻസ് വർഷങ്ങൾക്കപ്പുറത്ത് അവിടുത്തെ ഒരു നാട്ട് രാജ്യമുണ്ടായിരുന്നു. ആ നാട്ടുരാജാവ് ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ വഴിയോരത്തിരുന്ന് ഒരു മനുഷ്യൻ സ്തുതിപ്പെട്ടി കയ്യിലെന്തി ഇങ്ങനെ പാടുന്നു. ഒരു തെരുവ് ഗായകൻ, മുഷിഞ്ഞ വസ്ത്രം, വികൃതമായി പറക്കുന്നു കളിക്കുന്ന താടി, അലസമായ മുടി, പക്ഷെ പാട്ട് അതിമനോഹരം, ഗംഭീരം. രാജാവ് തേര് നിർത്തി മന്ത്രിയോട് പറഞ്ഞു, അയാളെ കൊട്ടാരത്തിൽ കൊണ്ടുവരണം, എനിക്ക് ആ പാട്ട് കേൾക്കണം. മന്ത്രി എന്നിട്ട് പറഞ്ഞു, രാജാവ് നിന്നെ വിളിക്കുന്നു, കൊട്ടാരത്തിലേക്ക് വരണം. കൊട്ടാരത്തിൽ പോകാൻ പാകത്തിനുള്ള വസ്ത്രമോ വ്യക്തിത്വം ഇല്ല. മന്ത്രി പറഞ്ഞു, അവൻ്റെ മുടിവെട്ട്, അവനെ ശുദ്ധനാക്ക്, കുളിപ്പിച്ച് വൃത്തിയായി മാന്യമായ വസ്ത്രം കൊടുത്ത് രാജസന്നിധിയിൽ വരുമ്പോഴും അവൻ്റെ ശ്രുതിപ്പെട്ടി കയ്യിലുണ്ട്. രാജാവ് പറഞ്ഞൊരു പാട്ടുപാട്. പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി മുതലേ കൊട്ടാരത്തിലാ നിൻ്റെ ജീവിതം. യജമാനനെ, ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് യജമാനെ. ഈ പാട്ട് പാടിയാ ഉപജീവനം, തെരുവിലേക്ക് തന്നെ അയക്കണേ. രാജാവ് പറഞ്ഞിട, നീ തനിച്ചല്ല, നിൻ്റെ ഭാര്യ, മക്കൾ, കുടുംബം അതെല്ലാം ഞാൻ ദത്തെടുത്തിരിക്കുക. ഇതിനകത്തായിന് നിൻ്റെ ജീവിതം. അവൻ്റെ ആളും നിലയെല്ലാം അങ്ങ് മാറി. അന്ന് മുതൽ അവനൊരു പണി ചെയ്തു. എന്നും പാടും ഈ രാജാവിൻ്റെ നന്മകൾ. ഒരു ദിവസം അവൻ പറഞ്ഞു, മഹാരാജാവേ, എനിക്കൊരാഗ്രഹം. എന്താ അത്? ഞാനീ പാട്ട് പാടി ഇവിടെ മാത്രം ഇരിക്കുന്നില്ല രാജാവേ, എനിക്ക് വിലയും നിലയും തന്നത് നീയാണ്. അതുകൊണ്ടേ ഞാൻ സൈനികർ യുദ്ധത്തിനിറങ്ങുമ്പോഴൊക്കെ അവർക്ക് ആവേശം കൊള്ളുമാറ് ഈ പഴഞ്ചൻ ശ്രുതിപ്പെട്ടിയിൽ വിരൽ മീട്ടി പാടും. പാട്ടെഴുതാൻ തുടങ്ങിയവൻ. അങ്ങനെ ദേശഭക്തി ഗാനങ്ങൾ കൊണ്ട് പടയാളികൾക്ക് വീര്യം വർദ്ധിപ്പിക്കുമാറ് കവിത എഴുതിയും പാട്ടെഴുതിയും പോകവേ അവിചാരിതമായി ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ യുദ്ധത്തിൽ ഈ രാജ്യം തകർന്നു. നമ്മുടെ പാട്ടുകാരൻ യുദ്ധക്കളത്തിൽ പാട്ട് പാടുന്നുണ്ട്. പക്ഷെ അയാളെയും പിടിച്ചു, കണ്ണൊക്കെ കുത്തി പൊട്ടിച്ചു. ഇയാളെ കൊണ്ട് ഈ ശത്രു രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ആൾ കേമനാ, എന്തൊരു പാട്ടയാളുടെ. രാജാവേ, നമുക്കൊന്ന് പരിശോധിച്ചാലോ? രാജാവ് പറഞ്ഞു, അവൻ പാടട്ടെ. രാജാവ് പറഞ്ഞു, നീ ഒരു പാട്ട് പാടിക്കുക, കേൾക്കട്ടെ. അവൻ പറഞ്ഞു, മഹാരാജൻ ക്ഷമിക്കണം, എനിക്ക് എൻ്റെ രാജ്യത്തെക്കുറിച്ച് പാടാൻ അറിയൂ രാജാവേ. അതിവിടെ വന്ന് ഞാൻ പാടുന്നത് എങ്ങനെ ശരിയാകും രാജാവേ? അതുമാത്രം പാടിപ്പാടി മറ്റു പാട്ടൊക്കെ മറന്നു. രാജാവ് പറഞ്ഞൊരു പാട്ടല്ലേ, നിൻ്റെ രാജ്യത്തെ പറ്റിയോ ഏതിലും ആകട്ടൊരു പാട്ട്, നല്ല പാട്ടായിരിക്കണം. അവൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു, സ്തുതിപ്പെട്ടി കയ്യിലെടുത്തു. അതിൽ കൃത്യമായി തന്നെ ആ കോഡ്സൊക്കെ പിടിച്ചു, സ്വരസ്ഥാനങ്ങളൊക്കെ കറക്റ്റാണ്. അതിങ്ങനെ മെട്ടിയിട്ട് താൻ ഏറ്റവും അധികം ആവേശപുരസരം പാടുന്ന ആ പാട്ടങ്ങ് തുടങ്ങി വെച്ചു. പക്ഷെ ആ പാട്ടിലൊരു പ്രശ്നമുണ്ട്. ആ പാട്ട് അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് ചെല്ലുമ്പോൾ, ക്ലൈമാക്സിലേക്ക് ചെല്ലുമ്പോൾ ഒരു റിഥം നമ്മൾ ഇട്ട് കൊടുക്കണം. പെരുമ്പറ മുഴക്കും പോലെ ഒരു 3 താളങ്ങൾ കൃത്യമായ ചിട്ടയോടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തെങ്കിൽ ആ ക്ലൈമാക്സിലേക്ക് ചാടി കയറാൻ പറ്റുമോ? ഇവിടെ ആര് തനിക്ക് താളം ഇട്ട് തരാനാ? പറ്റില്ല. അതുകൊണ്ട് പാടി വരും വഴിക്ക് അവന് മനസ്സിലായി, ഈ പാട്ട് മുഴുമിക്കാനാവില്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കേണ്ടതാ, ആ പിച്ചിലേക്ക് കയറേണ്ടതാ. അതിന് ഒരു 3 കൈത്താളമെങ്കിലും കിട്ടിയാൽ അവിടെ കയറാം. ഏതായാലും ഒരു ചടങ്ങ് പോലെ പാടാം.
പാടി ആ ക്ലൈമാക്സിൻ്റെ തൊട്ടരികിലെത്തുമ്പോൾ ഏവരെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു 3 കൈത്താളം കൃത്യമളവിൽ 3 കൈത്താളം കേൾക്കവേ അവൻ ഉച്ചത്തിൽ പാടി തൻ്റെ രാജാവിനെക്കുറിച്ച്, തൻ്റെ രാജ്യത്തെക്കുറിച്ച് ഉച്ചത്തിൽ പാടി. പാട്ടിങ്ങനെ തീർത്തു കഴിഞ്ഞ് സദസ്സിനെ വന്ദിച്ചു ഈ അന്ധൻ. എന്നിട്ട് ചോദിച്ചു, കൂട്ടുകാരാ, താങ്കൾ ആരാണ്? ശത്രുവിൻ്റെ രാജ്യത്തിരുന്ന് ഞാൻ എൻ്റെ രാജാവിനെ പാടിപ്പുകഴ്ത്തിയപ്പോൾ, എനിക്ക് വിലയും നിലയും മാന്യതയും തന്ന എൻ്റെ രാജാവിനെ പാടിപ്പുകഴ്ത്തിയപ്പോൾ എന്നെ കരമടിച്ചുത്തേജിപ്പിച്ച താങ്കൾ ആരാ? എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് വേണ്ടി ഈ കരമടിച്ചു തന്ന ആരാ? അപ്പുറത്തുനിന്ന് ഘനഗാംഭീര്യമുള്ളൊരു ശബ്ദം, പ്രിയപ്പെട്ട ഗായക, അത് വേറെ ആരുമല്ല, നിന്റെ രാജാവാണ് ആ കരമടിച്ചു തന്നത്. എൻ്റെയും കണ്ണുകുത്തി പൊട്ടിച്ച് അന്ധനാക്കി നിന്റെ തൊട്ടരികിലിരുത്തിയിട്ടുണ്ട്. പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്ത് കടന്ന് എന്നെ പുകഴ്ത്തിപ്പാടുന്ന നിന്റെ ശബ്ദം കേട്ടപ്പോൾ ചങ്ങല ധരിച്ച എൻ്റെ കരങ്ങൾ അറിയാതെ ചലിച്ചു. അവൻ പറഞ്ഞു, പ്രഭു, മരണം വരെ ഈ ശബ്ദം നിനക്ക് വേണ്ടി മാത്രം. നമുക്കും ഇന്ന് പറയാം, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, ഈ ശബ്ദം രാജാവിന് വേണ്ടിയുള്ളത്. ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്തും ഞങ്ങൾ അങ്ങേ മാത്രം ഉയർത്തു. ആർക്കാഗ്രഹമുണ്ട് യേശുവിന് വേണ്ടി നിൽക്കാൻ? നിങ്ങൾ ഏത് സഭയിലും പെട്ട ആളാകട്ടെ, ഏത് വിഭാഗത്തിലും പെട്ട മനുഷ്യനാകട്ടെ, നാഥ, അങ്ങയ്ക്ക് വേണ്ടി നിവരെ നിൽക്കാൻ ഞാനിതാ എന്നെ സമർപ്പണം ചെയ്യുന്നു. ആഗ്രഹമുണ്ട്? കണ്ണടച്ചട്ടെ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ പടുകുടിയിൽ അകപ്പെട്ടുപോയ മനുഷ്യരാശിക്ക് രക്ഷയുടെ വഴിയൊരുക്കിയ ആ ദൈവപുത്രനെക്കുറിച്ചുള്ള ആലോചനയിൽ നമുക്കും പറയാം, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. ആ ശക്തി ആസ്വദിച്ച് നമുക്ക് ആസ്വദിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി 1 മിനിറ്റ് ജാഗരിക്കാം. ആർക്കാഗ്രഹമുണ്ട്? നാഥ, ഞാൻ അങ്ങേ അനുധാവനം ചെയ്യും, അങ്ങേ അനുഗമിക്കും, അങ്ങേ പ്രസംഗിക്കും, അങ്ങേക്ക് വേണ്ടി നിൽക്കും. യേശുവിന് നിൽക്കാൻ മനസ്സുള്ള ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, വേണ്ട, ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം പേരും യേശു ഉള്ളവരാണ്, എനിക്കറിയാം. ദൂരത്തോ എൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ എവിടെങ്കിലും ഈ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാം. ഞാൻ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആഗ്രഹമുള്ള ഒരാളെങ്കിലും ദൂരത്തോ അരികിലോ ഉണ്ടെങ്കിൽ ആ കരമുയർത്തി പിടിക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി ചിലരെ കാണുന്നു, കരമുയർത്തി അനേകരെ കാണുന്നു. ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെട്ടതാണ്. ആ കരമുയർത്തിയ യൗവനയുക്തരായ സഹോദരങ്ങളെ കാണുന്നു, കുഞ്ഞുങ്ങളെ കാണുന്നു, മുതിർന്നവരെ കാണുന്നു. എൻ്റെ മനസ്സും ഹൃദയവും യേശുവിന് വേണ്ടി. ഞാനൊരു വാക്കിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പാപമാകുന്ന ആഴക്കടലിൽ നിബന്ധിക്കപ്പെട്ടു പോയ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിതത്തിൽ ഇഹത്തിലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവപുത്രന്റെ മുമ്പാകെ നമുക്ക് സമർപ്പണം ചെയ്യാം. കരങ്ങളെ താഴ്ത്തിയിടാം.